अगला निर्गुण भक्ति काव्य की विशेषताएं। हमने देखा भक्ति काल को मुख्यतः दो धाराएं थे, निर्गुण और सगुण। पहले हम निर्गुण भक्ति शाखा की विशेषताएं और उसके अंतर्गत आने वाले कवियों के बारे में देखने वाले हैं। और निर्गुण भक्ति शाखा की कवियों को संत कहा जाते हैं। ने कवि कहने से ज्यादा उचित जो है उन्हें भक्त कहना है ना। निर्गुण भक्ति शाखा की भक्त को या इसकी प्रवर्तक को संत कहते हैं। देखिए, निर्गुण भक्ति शाखा यानी कि संत काव्य की विशेषताएं। पहला, निर्गुण ब्रह्मा की उपासന. സന്ത കവികൾ, അതായത് നിർഗുണ ഭക്തി ശാഖയിൽ വരുന്ന കവികളെയാണ് നമ്മൾ നിർഗുണ ഭക്തി ശാഖയിൽ വരുന്ന സന്ത കവികൾ. നിർഗുണ ഭക്തി ശാഖയെ രണ്ടായി തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, ജ്ഞാനാശ്രയിയും പ്രേമാശ്രയിയും. ഇതിൽ ജ്ഞാനാശ്രയി ശാഖയിൽ വരുന്ന കവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സന്ത് എന്ന് പറയുന്നത്. അവരെ കവി എന്ന് വിളിക്കുന്നത് എന്തോരം ഉചിതമാണെന്നറിയില്ല. കാരണം അവരൊക്കെ കവി എന്നൊരു സ്ഥാനം നമുക്ക് രണ്ടാമതേ പറയാൻ പറ്റുള്ളൂ. പെഹലെ ഭക്ത് ഥേ ഹെനാ. ആദ്യം അവർ ആരായിരുന്നു? ഒരു ഭക്തരായിരുന്നു. അവരുടെ ഭക്തിയെ പോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കവിത എഴുതിയിരുന്നത്. അതുകൊണ്ട് കവിതയും സാഹിത്യവും അതൊക്കെ രണ്ടാമത്തെ സ്ഥാനം മാത്രമേ അവർ കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് പെഹലെ വേ ഭക്ത് ഥേ. ആദ്യം പറയുകയാണെങ്കിൽ അവർ ഭക്തര് തന്നെയായിരുന്നു. അപ്പൊ സന്ത് കാവ്യക്ക് വിശേഷതയാണ് നമ്മൾ നോക്കുന്നത്. സന്ത് കാവ്യം എന്ന് പറയുന്നത് ജ്ഞാനാശ്രയി ശാഖയിൽ വരുന്ന കവികളെയാണ്, കബീർ അടങ്ങുന്ന കവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സന്ത് കവി എന്ന് പറയുന്നത്. उसकी विशेषता देखेंगे. पहले वे निर्गुण ब्रह्म की उपासना करते थे. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നിരാകാരായിട്ടുള്ള, രൂപമില്ലാത്ത, പേരില്ലാത്ത, നിറമില്ലാത്ത ഈശ്വരനെയാണ് അവര് ഉപാസന ചെയ്തിരുന്നത്. അവര് വിശ്വസിച്ചിരുന്ന ദൈവത്തിന് എന്തുണ്ടായിരുന്നില്ല? രൂപമോ നിറമോ അവതാരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഈശ്വരൻ എന്ന് പറയുന്നത് നിരാകാരായിരുന്നു. ദൂസറ, ബഹുദേവവാദ കാ വിരോധ് യാ അദ്വൈതവാദ്. ഇവര് എന്ത് ചെയ്തിരുന്നു? ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്ന് പറയുന്നത് രൂപമോ ഒന്നുമില്ല, അതൊരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്നതൊന്നുമല്ല. ദൈവം സർവവ്യാപിയാണ്. ഘട്ട് ഘട്ട് മേ വ്യാപ ഹെ, ഘട്ട് ഘട്ട് മേ യാ ഈശ്വർ കി ഉപസ്ഥിതി സമജാ ജാ സക്തേ ഹെ. അതുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? ബഹുദൈവവാദ് ഓർ അദ്വൈതവാദക്ക് വിരോധി തേവേ. അതായത് പലതരം ദൈവങ്ങള്, പല അവതാരങ്ങള്, പല ദൈവത്തിന്റെ പല പേരുകള്, അങ്ങനെയുള്ള ബഹുദൈവവാദിന് ഇവര് എതിരായിരുന്നു. എനിക്ക് അദ്വൈതവാദ്, അങ്ങനെ അദ്വൈതവാദും അതേപോലെ തന്നെ ബഹുദൈവവാദം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ദൈവങ്ങള്, പല പേര്, അതിലേക്ക് ഇവർ എതിർത്തിരുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരൊറ്റ ശക്തിയാണ്, അതിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല എന്നാണ് ഈ സന്ത് കവികള് വിശ്വസിച്ചിരുന്നത്. തീസറ, സെൻസാർ കി നശ്വരത കാ വർണ്ണൻ. അവര് തന്റെ സാഹിത്യത്തില് ഈ ലോകത്തിലെ, അതായത് സമൂഹത്തിന്റെ നശ്വരതയൊക്കെ വ്യക്തമാക്കിയിരുന്നു. മായ കെ വിരോധ്. അവരെന്താണ്? മായ, അതായത് സത്യ മിഥ്യ, നമ്മ അങ്ങനെ സത്യവും ഇല്ലാത്തതും, അങ്ങനെ ഒരു മായയുടെ ഒരു കളി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് പവർ, അതിനെയൊക്കെ ഇവർ എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു, അല്ലെങ്കിൽ അതിലൊന്നും ഇവര് വിശ്വസിച്ചിരുന്നില്ല. സദ്ഗുരു കാ മഹത്വ. സന്ത കവികളുടെ അല്ലെങ്കിൽ സന്ത കാവ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സന്ത കാവ്യത്തിലൊക്കെ സദ്ഗുരു വർണ്ണൻ. അത് ഗുരുവിനെ അവരെന്ത് ചെയ്തിരുന്നു? വർണ്ണിച്ചിരുന്നു, അല്ലെങ്കിൽ ഗുരുവിന് വലിയൊരു സ്ഥാനം കൊടുത്തിരുന്നു. സന്ത കവിയില് ആദ്യത്തെ സ്ഥാനം വരുന്നത് കബീറിനൊക്കെയാണ്. കബീറിന്റെയൊക്കെ ദോഹകളിൽ പറയുന്നത്, ഒരേ സമയം എന്റെ മുൻപിൽ ഒരു ഗുരുവും ഈശ്വരനും വന്ന് നിന്നാല് കബീർ പറയുന്നത്, ആദ്യം ഞാൻ എന്ത് ചെയ്യുള്ളൂ? ആ ഗുരുവും ഈശ്വരനും എന്റെ മുൻപിൽ ഒരുമിച്ച് വന്ന് നിന്നാല് ഞാൻ ആദ്യം ഗുരുവിനെ വണങ്ങും, ശേഷമാണ് ഈശ്വരനെ വണങ്ങുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതാണ് സദ്ഗുരു കി മഹിമ. അങ്ങനെ ഗുരുവിന് ഇവര് ഭയങ്കര സ്ഥാനം കൊടുക്കുന്നുണ്ട്. സന്ത്, അതായത് എനിക്ക് ഈശ്വരനിലേക്കുള്ള വഴി പറഞ്ഞു തന്ന ആൾ ആരാണ്?
എൻ്റെ ഗുരുവാണ്. അത് കാരണം ആദ്യം ഞാൻ ഗുരുവിനെ വണങ്ങിയതിനു ശേഷമേ ഈശ്വരനെ വണങ്ങുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ സദ്ഗുരു കി വർണ്ണൻ എന്ന് പറയുന്നത് നിർഗുണ ഭക്തി ശാഖയിലെ ഭയങ്കര അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ജാതി പാന്തിക വിരോധം, നേരത്തെ പറഞ്ഞ പോലെ ബഹുദൈവവാദി, ഈശ്വരൻ പല രൂപത്തിൽ, അതിൻ്റെ ഇടയിൽ ജാതികൾ തിരിഞ്ഞ് അതിനൊക്കെ ഇവരെതിരാണ്. മനുഷ്യരെല്ലാവരും എന്താണ്, ഈശ്വരൻ എന്നൊരു പരമാത്മാവിന്റെ അംശമാണ്. അതിലെ എന്തില്ല, ജാതി മതം അതൊന്നുമില്ല, ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ. ആ ഈശ്വരന് രൂപമൊന്നുമില്ല, അതിന്റെ ഓരോ അംശമാണ് ജീവാത്മാക്കളായ നമ്മള്. അതിന്റെ ഇടയിൽ ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് ഉള്ള വേർതിരിവിന് ഇവര് എതിരായിരുന്നു. റൂഢിയോം ഓർ ആഡംബരവും ക വിരോധ്, അതായത് മതത്തിന്റെ പേരില് അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുടെ പേരിൽ സമൂഹത്തില് കണ്ടുകൊണ്ടിരുന്ന ആഡംബരങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിരുന്നു ഇവര് തന്റെ കാവ്യത്തിലൂടെ അല്ലെങ്കിൽ തന്റെ ലേഖിലൂടെ അവരെന്ത് ചെയ്തിരുന്നു, സമൂഹത്തിലെ ആഡംബരങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ഇവരെന്ത് ചെയ്തിരുന്നു, തുറന്ന് പ്രതികരിച്ചിരുന്നു തന്റെ കാവ്യത്തിലൂടെ. രഹസ്യവാദ്, അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് രഹസ്യവാദ്. ഓർ ഭജൻ തഥാ നാമസ്മരൻ, ഭജന നാമസ്മരൻ, ഇവരെപ്പോഴും എന്താണ്, ഭജൻ അതിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് സന്ത്. ഓർ നാമസ്മരൻ, അതായത് എപ്പോഴും എന്താണ്, ഈശ്വരനെ ഇങ്ങനെ നാമസ്മരൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ശൃംഗാര വർണ്ണൻ തഥാ വിരഹക്കി മാർമിക് ഉക്തിയ, പക്ഷെ അതേസമയം സന്ത് കവികള് എന്തും ചെയ്തിട്ടുണ്ട്, ശൃംഗാർ ഭക്തിപക്ഷമാണെങ്കിൽ പോലും അതിനോടൊപ്പവും അവരെന്ത് ശൃംഗാര വർണ്ണനയും വിരഹക്കി മാർമിക് വർണ്ണനയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോക സംഗ്രഹ की ഭവൻ और നാരി ചിത്രൻ മായാ സെ സാവധാൻ, ഇതൊക്കെ ഓർ ദോഹ പദമുക്ത ആദി കാവ്യ രൂപം കാ പ്രയോഗം. അതേപോലെ എന്താണ്, നാരി ചിത്രണം, അവരുടെ സന്ധിന്റെ കാവ്യങ്ങളിലൊക്കെ സ്ത്രീക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവരുടെ നാരി ജീവിതത്തെ കുറിച്ചും നാരി അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വളരെ പണ്ടുകാലം മുതലേ തന്നെ എന്ത് ചെയ്തിരുന്നു, സന്ത് കവികള് അവരുടെ ജീവിത രീതിയെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അവര് മെയിനായിട്ട് എന്താണ്, ഇപ്പോഴത്തെ പോലെ മുക്തചന്തൊന്നും അല്ല, അന്നൊക്കെ എഴുതുമ്പോൾ എന്തുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ദോഹ അല്ലെങ്കിൽ പദ്, ആ ഒരു ശൈലി, ഒന്നെങ്കിൽ ഈരടികളായിട്ട്, പദ് എന്ന് പറയണത് ഒരു 3-4 വരികൾ ഉണ്ടാവും, ആ ഒരു ശൈലിയിലായിരുന്നു അവര് എഴുതിയിരുന്നത്. കാവ്യരൂപം അതായിരുന്നു. ഓർ സദുക്കടി ജൈസി ജനഭാഷാക്ക പ്രയോഗം, അതേപോലെ സന്തുകളുടെ ഭാഷ എന്ന് പറയുന്നത് സദുക്കടിയായിരുന്നു. സദുക്കടി അല്ലെങ്കിൽ കിച്ചടി ഭാഷ എന്ന് പറയും. അതായത് പല സ്ഥലങ്ങളിലും കൂടുതൽ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന പല ടേംസും വെച്ചുകൊണ്ട് എഴുതുന്ന ഒരു കിച്ചടി ഭാഷ എന്ന് പറയില്ലേ, എല്ലാത്തിന്റെ ഒരു മിക്സിംഗ് ആയിട്ടുള്ള ഒരു രൂപം, ആ ഒരു ഭാഷയായിരുന്നു ആര് ഉപയോഗിച്ചിരുന്നത്, സന്ത് ഉപയോഗിച്ചിരുന്നത്. അത് എന്ത് ലക്ഷ്യമാക്കിയാണ്, ഏതൊരു സാധാരണക്കാരനും അത് എന്ത് ചെയ്യാൻ പറ്റണം, അത് വായിക്കാൻ പറ്റണം, വായിച്ചതിനെ ഉൾക്കൊള്ളാൻ പറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടി സന്തുകളുടെ സാഹിത്യം അല്ലെങ്കിൽ സന്തിന്റെ കാവ്യങ്ങളൊക്കെ സദുക്കടി ഭാഷയിലാണ് എഴുതിയിരുന്നത്. संत परंपरा के प्रमुख कवि, पहले नामदेव। संत नामदेव का जन्म महाराष्ट्र के सतारे जिले में 1267 ईस्वी में हुआ था। वे पूर्वाश्रम में डाकू थे, बाद में भक्त बन गए और विठल संप्रदाय में दीक्षित हुए। वे पहले सगुणोपासक थे। उनके पदों का संकलन आदि ग्रंथों में मिलते हैं. നാമദേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ എന്ത് ചെയ്തിട്ട് എന്താ കൊള്ളയടി സംഘം അങ്ങനത്തെ ഒക്കെ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്നതായിരുന്നു. പിന്നെയാണ് ഭക്തിമാർഗത്തിലേക്ക് വന്നു, ഭക്തനായി മാറുന്നു. അങ്ങനെ വിട്ടൽ സമ്പ്രദായത്തില് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. ആദ്യമൊക്കെ സഗുണോപാസകനായിരുന്നു, ഈശ്വരന് രൂപമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ രണ്ടാമത്തെ കാറ്റഗറിയിലായിരുന്നു നാമദേവ്. പിന്നീടാണ് അദ്ദേഹം സന്ത് പരമ്പരയിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ പതിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പതിന്റെ കളക്ഷനൊക്കെ ആദി ഗ്രന്ഥില് നമുക്ക് കാണാൻ സാധിക്കും. നാമദേവ് അതിന് ശേഷം എടുത്തു പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് സ്ഥാനം കബീറിന് തന്നെയാണ്. പക്ഷെ കബീറിന് മുൻപ് എന്നുള്ള നിലയിലാണ് നാമദേവിനെ ആദ്യം പറഞ്ഞത്. സന്ത് കവി അല്ലെങ്കിൽ സന്ധിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി എന്ന് പറയുന്നത് കബീർദാസ് തന്നെയാണ്. ഭാരതീയ ധർമ്മ സാധന കെ ഇതിഹാസ് മേ
महान विचारक एवं प्रभावशाली महाकवि के रूप में കബീർദാസ് का स्थान अद्वितीय है. അതായത് നമ്മുടെ ഭാരതീയ ധർമ്മ സാധനയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മഹാ കവിയാണ് ആര്? കബീർ എന്ന് പറയുന്നത്. ഉൻകെ ജന്മ മൃത്യു ആദി കെ സംബന്ധം में भी कई विवाद प्रचलित है. അതായത് കബീറിന്റെ ജന്മം, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ മരണം, അതിനെക്കുറിച്ച് ഒരുപാട് കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. അതായത് കബീറിനെ കുറിച്ചാണ്, അതായത് അത്രയും ഫേമസ് ആയ ഒരു വ്യക്തിയെ കുറിച്ചിട്ട്, ഫേമസ് ആയതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കിംവദന്തികൾ, അതായത് കേട്ടുകേൾവികളുണ്ട്. അതിലെന്തോരം സത്യമുണ്ടെന്നൊന്നും അറിയില്ല. ഭക്തകാൽ കെ അനുസാർ, അതായത് പറയപ്പെടുന്നത് ഇങ്ങനെ പറയും, ഒരു വിധവയായ ബ്രാഹ്മണിക്ക് കബീർ ജനിക്കുന്നു. അങ്ങനെ ലോക് ലാജ്, അതായത് നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ബ്രാഹ്മണ സ്ത്രീ എന്ത് ചെയ്യുന്നു? ലഹർതാര എന്ന പേരുള്ള ഒരു താലാബില് ആരൊഴുക്കി വിടുന്നു? ഈ കുഞ്ഞിനെ ഒഴുക്കി വിടുന്നു എന്നും, പിന്നീട് നീരു എന്നു പേരുള്ള ഒരു ജുലാഹ ദമ്പതികള് ഈ കുഞ്ഞിനെ കാണുന്നു, ആ കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നു. അതാണ് പിന്നീട് കബീറായി മാറിയത്. അപ്പൊ ജന്മം കൊണ്ട് ഒരു ബ്രാഹ്മണനാണ്, പക്ഷെ വളർന്ന സാഹചര്യം ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം സാഹചര്യത്തിൽ വളർന്നു. അങ്ങനെ ഒരു വ്യക്തി, അതുകൊണ്ട് തന്നെ ഈശ്വരനിൽ എന്താണ്, ഈശ്വരൻ അങ്ങനെ രൂപമില്ല എന്ന് പറയുന്ന ബഹുദൈവവാദ, ജാതിപാന്ത്, അതിനൊക്കെ എതിർത്ത് വരുന്ന അങ്ങനെ ഒരു രീതിയിൽ ഒരു ജന്മത്തെക്കുറിച്ച്, കബീറിന്റെ ജന്മം അങ്ങനെയാണെന്നുള്ള ഒരു കിംവദന്തിയുണ്ട്. അതേപോലെ ഒരുപാട് കബീറിനെ കുറിച്ച് ഇങ്ങനെ കിംവദന്തികൾ പറയുന്നു. അതേപോലെ പറയപ്പെടുന്നുണ്ട് അദ്ദേഹം മരിച്ച സമയത്ത് അവസാനം എന്താണ്, ഹിന്ദുക്കളും മുസൽമാൻ അല്ലെങ്കിൽ ഇസ്ലാം ലോകം തമ്മിൽ തർക്കത്തിലായി. കാരണം ജന്മം കൊണ്ട് കബീർ ആരാണ്? ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഹിന്ദുക്കൾക്ക് എന്ത് വേണം? കബീറിന്റെ ലാഷ് വേണം, അതായത് ബോഡി വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴേക്കും ജീവിച്ച സാഹചര്യം എല്ലാം വെച്ച് മുസ്ലിമും എന്താവശ്യപ്പെടുവാണ്? മുസ്ലിം ലോകം, മെഗഹറിലുള്ള മുസ്ലിം ലോകം ആ ലാഷ് ആവശ്യപ്പെട്ട് അവിടെ വലിയ തർക്കമുണ്ടായി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കബീറിന്റെ ലാഷ്, ബോഡി എന്ത് ചെയ്യുന്നു? ആ കിടത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ശൂന്യമാകുന്നു. അത് കിടന്ന സ്ഥലത്ത് അവസാനം എന്തുമാത്രം അവശേഷിക്കുന്നു? കുറച്ച് പൂക്കൾ മാത്രം അവശേഷിക്കുന്നു എന്ന് പറഞ്ഞു. അത് എടുത്തുകൊണ്ടുപോയി ഇസ്ലാം ധർമാവലംബികളോകും അതേപോലെ ഹിന്ദു ധർമാവലംബി ലോകും അവരുടേതായ രീതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി എന്നുള്ള ഒരു കിംവദന്തിയും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ കബീറിനെ കുറിച്ച് ഒരുപാട് കിംവദന്തികൾ ഇങ്ങനെ പറയുന്നു. അതിലെന്തുമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ഒരു भक्तमाल के अनुसार वे रामानुज के शिष्य थे और सिकंदर लोदी के समकालीन थे. അതായത് ഭക്തമാലിയിൽ പറയും, നമ്മ ഏറ്റവും ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥം ഏതാന്നല്ല, ഇതിഹാസ ഗ്രന്ഥത്തിന്റെ ഒക്കെ ഒരു പ്രേരണാ സ്ത്രോത് നമ്മ ഭക്തമാല്, ചൗരാസി വൈഷ്ണവൻ കി വാർത്ത അതൊക്കെ കണ്ടില്ലേ. ഭക്തമാലിയിൽ പറയുന്നത് അനുസരിച്ച് കബീർ രാമാനന്ദിന്റെ ശിഷ്യനാണെന്നാണ്. കബീർ രാമാനന്ദിന്റെ ശിഷ്യനാണെന്നാണ് പറയുന്നത്. ഓർ വേ സിക്കന്ദർ ലോധിക്ക് സമകാലീൻ തേ. സിക്കന്ദർ ലോധി ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. സിക്കന്ദർ ലോധിയുടെ സമകാലികനായിരുന്നു എന്ന് പറയുന്നുണ്ട്. വേ ജുലാഹ ദമ്പതിയോ ने ही കബീർ का പാലൻ പോഷൻ किया था. അതായത് കബീറിനെ വളർത്തുന്നതൊക്കെ ഒരു ജുലാഹ എന്ന് പറയുന്നത് നെയ്ത്ത് ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു മുസ്ലിം ദമ്പതികളാണ് കബീറിനെ വളർത്തിയത് എന്ന് പറയപ്പെടുന്നു. ബീജക് കബീർ की प्रामाणिक रचना मानी गई है. അത് കബീറിന്റെ ഏറ്റവും കബീറിന്റെ പ്രാമാണികമായിട്ടുള്ള രചനയാണ് ബീജക്. इसमें കബീർ के ഉപദേശം का उनके शिष्यों द्वारा संकलन है. അത് കബീറിന്റെ ശിഷ്യൻ ധർമ്മദാസ് എന്നാണ് ആ ശിഷ്യന്റെ പേര്. ധർമ്മദാസ് ആണ് എന്ത് ചെയ്യുന്നത്? കബീർ പലപ്പോഴായി പാടി നടന്ന കബീറിന്റെ ദോഹകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ബീജക് എന്ന് പറഞ്ഞ ഒരു സങ്കലനം ഇറക്കുന്നത് ധർമ്മദാസ് എന്ന് പറഞ്ഞ കബീറിന്റെ ശിഷ്യനാണെന്ന്. और बीजक के 3 भाग है. കബീറിന്റെ സംഗ്രഹ ബീജക്കാണ്. അതിന് 3 ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കുന്നുണ്ട്. സാക്കി, സബദ്, റമൈനി. അങ്ങനെ കബീറിന്റെ കളക്ഷൻ അല്ലെങ്കിൽ കബീറിന്റെ ദോഹകള് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ബീജക്കിലാണ്. ഈ ബീജക്കിനെ തന്നെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. സാക്കി, സബദ്, റമൈനി. കബീർ ഏകേശ്വരവാദി രഹ. കബീറിനനുസരിച്ച് ഈശ്വരൻ
ഏക മീൻസ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നാണ് കബീർ വിശ്വസിച്ചിരുന്നത്. ഉൻകാ ഈശ്വർ നിരാകാർ നിർഗുൺ ഹെ. അതേപോലെ കബീർ വിശ്വസിച്ചിരുന്ന ഈശ്വരൻ എന്താണ്? നിരാകാറാണ്. ആകാരമില്ലാത്ത, രൂപമില്ലാത്ത, നിറമില്ലാത്ത, ഏതെങ്കിലും ഒരു മസ്ജിദിലോ മന്ദിറിലോ ഇരിക്കാത്ത ഒരു, അതാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് അതൊരു ചൈതന്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. ഉन्होंने റാം ശബ്ദക്ക് ഉപയോഗിക്കുക. പക്ഷേ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ദോഹകൾ നമുക്ക് നോക്കിയാൽ റാം റാം എന്ന ശബ്ദം നമുക്ക് കാണാം. ഒരേ സമയം പറയുന്ന അവതാരങ്ങളെ വിശ്വസിക്കാത്ത കബീർ പിന്നെ എന്തിനാണ് ഈ ഇടക്കിടക്ക് രാം രാം എന്ന ശബ്ദം പറയുന്നത്? രാം രാം എന്ന് നാമസ്മരൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കബീർ. പക്ഷേ കിന്തു ഉൻകാ രാം സഗുണ രാം അർത്ഥാത് ദശരഥ പുത്ര രാം ന ഹോക്കർ പരമാത്മാ കാ പ്രതീക് ഹെ. അപ്പൊ നമ്മൾ ഓർക്കും രാമഭക്തി ശാഖയില്ലേ സഗുണിൽ വരുന്നത്. അപ്പൊ കബീർ നിർഗുണമാർഗിയാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ ദോഹയില് പലപ്പോഴായിട്ട് ഈ രാം രാം എന്ന് പറയും. പക്ഷെ ആ രാം എന്ന് പറയുന്നത് ഒരിക്കലും സഗുണമാർഗികൾ പിന്തുടരുന്ന ദശരഥ പുത്രായിട്ടുള്ള സീതാപതിയായിട്ടുള്ള ശ്രീരാമനല്ല. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ, അതായത് കബീർ പരമാത്മാവിനൊരു പേരിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരമാത്മാവിനെ എന്തെന്ന് വിളിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ കബീർ ഉസ് പരമാത്മാക്കോ രാം നാംകരൺ കിയാ ഹെ. ആ പരമാത്മാവിന് കൊടുത്ത പേരാണ് രാം 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 എന്നത്. അല്ലാതെ ഒരിക്കലും ദശരഥ സുതനായിട്ടുള്ള സീതാപതിയായിട്ടുള്ള ശ്രീരാമൻ അല്ല. അങ്ങനെ കബീർ നിരാകാർ നിർഗുണീശ്വരനെയാണ് ഉപാസന ചെയ്തിരുന്നത്. എങ്കിലും റാം എന്നൊരു ശബ്ദം കാണുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശ്രീരാമനെ അല്ല ഉദ്ദേശിച്ചേക്കുന്നത്. ആ പരമാത്മാവിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരാണ് രാം എന്നുള്ളത്. അതായത് നിരാകാറായിട്ടുള്ള നിർഗുണായിട്ടുള്ള ഈശ്വരനെ സൂചിപ്പിക്കാനാണ് ഈ റാം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. उनके अनुसार ईश्वर की प्राप्ति वेदों और पुराणों को पढ़कर संभव नहीं है. वो प्रेमपूर्ण व्यवहार से ही प्राप्य है. उन्होंने शुद्ध भावात्मक रहस्यवाद का समर्थन भी किया है. उनकी भाषा सदकड़ी थी. അതായത് കുറെ വേദങ്ങളും പുരാണങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ ഒരിക്കലും എന്ത് കിട്ടില്ല? ഈശ്വരനെ നേടാൻ സാധിക്കില്ല. നമ്മുടെ വ്യവഹാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടേ നമുക്ക് ആരെ കാണാൻ പറ്റുള്ളൂ? നിരാകാറായിട്ടുള്ള ഈ പരബ്രഹ്മാവിനെ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. വേദങ്ങളും പുരാണങ്ങളും പഠിച്ച് അതിൽ പറയുന്ന കുറെ രൂഢികളും അന്ധവിശ്വാസങ്ങളും മന്ത്രതന്ത്രങ്ങളൊക്കെ ഒന്നും ചെയ്താൽ ഈശ്വരനെ കിട്ടില്ല എന്നാണ് ആര് പറഞ്ഞത്? കബീർ പറഞ്ഞിരുന്നത്. അതേപോലെ പ്രേമഭാവിനെയും, അതായത് ജ്ഞാനാശ്രയി ശാഖയിൽ വരുന്നതാണെങ്കിൽ പോലും അദ്ദേഹം പ്രേമിനെ കുറിച്ചും, അതെങ്കിൽ ഈ സ്നേഹം അല്ലെങ്കിൽ പ്രേമിലൂടെ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? ഈശ്വരനിലേക്ക് എത്താനുള്ള ഒരു നല്ല വഴിയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ഭാഷ സദുക്കടി ആയിരുന്നു ഭാഷ, കിച്ചടി ഭാഷ. इसके अलावा रैदास, नानक देव, दादू दयाल, सरोजबाई, सुंदरदास, मलुकदास आदि का नाम भी इस दिशा में उल्लेखनीय है. ഈ ശ്രേണിയിൽ എന്താ പറയാ എടുത്തു പറയേണ്ട മറ്റു പേരുകളാണ് ഈ റൈദാസ്, നാനക് ദേവ്, ദാദു ദയാലൊക്കെ. ഇപ്പൊ ഭക്തി കാവ്യ രണ്ടായി സഗുൺ നിർഗുൺ. ഇതില് നിർഗുണാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. നിർഗുണിൽ ജ്ഞാനാശ്രയി ശാഖയുടെ പ്രത്യേകത, അതായത് ജ്ഞാനാശ്രയി ശാഖ അല്ലെങ്കിൽ സന്ത് കാവ്യത്തിന്റെ പ്രത്യേകത, അതിന്റെ കീഴിൽ വരുന്ന കവികൾ നോക്കി. അടുത്തതാണ് സൂഫി, അതായത് പ്രേമാശ്രയി കാവ്യം. हिंदी साहित्य के पूर्व मध्यकाल को प्रमुख रूप से 2 रूपों में बांटा गया. निर्गुण भक्ति काव्य, सगुण भक्ति काव्य. നമ്മൾ കണ്ടതാണ്. पूर्व मध्यकाल में निर्गुण भक्ति की 2 धाराएं प्रवहित होने लगी. एक तो ज्ञानाश्रयी शाखा, दूसरी प्रेमाश्रयी शाखा. ഒന്ന് ജ്ഞാനാശ്രയിയും രണ്ടാമത്തത് പ്രേമാശ്രയी शाखा. आगे हम प्रेमाश्रयी शाखा के बारे में देखेंगे. जिस प्रकार ज्ञानाश्रयी शाखा के भक्त कवियों को हम संत कहते हैं, उसी प्रकार प्रेमाश्रयी शाखा के अंतर्गत आने वाले भक्त कवि को हम सूफी कहते हैं ना. അതായത് എങ്ങനെയാണോ ജ്ഞാനാശ്രയി ശാഖയുടെ ഉള്ളിൽ വരുന്ന ഭക്തകവികളെ സന്ത് എന്ന് വിളിക്കുന്നത്, അതുപോലെ പ്രേമാശ്രയി ശാഖയിൽ വരുന്ന കവികളെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൂഫി കവികളെന്ന് വിളിക്കും. ठीक है. सूफी काव्यों की विशेषता. പ്രേമ തത്വ की प्रधान. ഇവരുടെ മെയിൻ
ഇവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രേമാണ്. ഈ പ്രേമിലൂടെ, സ്നേഹത്തിലൂടെ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും. ഈശ്വരനിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പ്രേമതത്വ ആണെന്നാണ് ഈ സൂഫി കവികൾ വിശ്വസിച്ചിരുന്നത്. ലൗകിക് പ്രേമ കഥാവും ക ആധാർ. അപ്പം ഈ സൂഫി കവികൾ എന്ത് ചെയ്യും, ഇതിനെ കാണിക്കാൻ വേണ്ടി, അതായത് ഈ പ്രേമിലൂടെ ഈശ്വരനിലേക്ക് എത്താൻ പറ്റുന്നു, അത് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ചുറ്റുമുള്ള ലൗകിക് പ്രേമ കഥാവും ക ആധാർ. അവർ ഇപ്പൊ സൂഫി കവികളുടെ ഒക്കെ രചനയില് എന്താണ്, പ്രേമകഥകളായിരിക്കും. അതായത് ഏതെങ്കിലും രാജകുമാരനും രാജകുമാരിയും തമ്മിലുള്ള പ്രേമം, അല്ലെങ്കിൽ ഏതെങ്കിലും നായകൻ നായിക തമ്മിലുള്ള ഒരു പ്രണയമായിരിക്കും പ്രേമം, അവസാനം അവരുടെ വിരഹം, അവസാനം അവരുടെ കൂടിച്ചേരല്, അങ്ങനെ ഒരു പ്രേമകഥയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് സൂഫി കവികളൊക്കെ എന്ത് ചെയ്യുന്നത്, രചന നടത്തുന്നത്. പക്ഷെ അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, നായകൻ നായികയാണെങ്കിൽ ഇവർ രണ്ടെന്താണ്, ഒന്ന് പരമാത്മാ, ഒന്ന് ജീവാത്മാ. ഒന്ന് നമ്മൾക്ക് ജന്മം നൽകിയ പരമാത്മാവിന് പ്രതീകമായിരിക്കും, ഒന്ന് എന്താണ്, ജീവാത്മാവിന് പ്രതീകമായിരിക്കും നായക് നായിക. അങ്ങനെ പല തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് അവസാനം നായകനും നായികയും ഒന്നാകുന്നു. അതായത് നമ്മൾ എങ്ങനെയാണോ പരമാത്മാവിന്റെ ഒരു അംശമായി നമ്മൾ ഉടലെടുക്കുന്നത്, അവസാനം നമ്മുടെ മരണത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും പരമാത്മാവിലേക്ക് കൂടിച്ചേരുന്നു. ആ ഒരു തത്വമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു നായക് നായിക അവരെന്ത് ചെയ്യുന്നു, പല തടസ്സങ്ങളെയും നേരിട്ട് കൊണ്ട് അവസാനം അവരെന്ത് ചെയ്യുന്നു, ഒന്നാകുന്നു. അതേപോലെയാണ് നമ്മ പരമാത്മാവിൽ നിന്ന് വന്ന നമ്മൾ അവസാനം മരണത്തോടു കൂടി ആരോട് കൂടി ചേരുന്നു, പരമാത്മാവിലേക്ക് ചേരുമ്പോഴേക്കും അവിടെ വലിയൊരു പ്രണയ സാഫല്യം നടക്കുന്നു. ആ ഒരു രീതിയിലാണ് സൂഫി കവികൾ അഭിവ്യക്തി ചെയ്തിരിക്കുന്നത്, അവരുടെ ഭക്തി അഭിവ്യക്തി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലൗകിക കഥയാണ് പറയുന്നത്, ഒരിക്കലും ഭക്തിയുടെ ആ ഒരു ട്രാക്കിലല്ല സൂഫി കവികൾ പറയുന്നത്. അവരുടെ സാഹിത്യത്തിൽ പറയുന്നത് സാധാരണ രാജകുമാരനും രാജകുമാരിയും തമ്മിലുള്ള പ്രണയ കഥകൾ, അതൊക്കെയായിരിക്കും ഇവരുടെ സാഹിത്യത്തിൽ വരുന്നത്. പ്രകൃതി ക വിസ്തൃത വർണ്ണൻ, അതായത് സൂഫി കാവ്യത്തില് പ്രകൃതിയെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. ഒരു നായിക ക നഖശിക് വർണ്ണൻ, നായികയുടെ നഖശിക് വർണ്ണൻ, നഖശിക് വർണ്ണൻ മീൻസ് ഓരോ ശാരീരിക അംഗിന്റെയും വർണ്ണന എന്ത് ചെയ്യുന്നുണ്ട്, സൂഫി കവികൾ തന്റെ സാഹിത്യത്തിൽ ചെയ്യുന്നുണ്ട്. പ്രബന്ധാത്മക കാവ്യരൂപ, പ്രബന്ധാത്മകമാണ്. അതായത് ഒരു ചെറിയൊരു ഗണ്ടിലൊന്നും ആയിരിക്കില്ല, ആദ്യമേ മുതൽ നീണ്ടു വരുന്ന കഥകളായിരിക്കും. അത് എന്താണ്, പ്രബന്ധാത്മകമായിരിക്കും. കണക്റ്റഡായിട്ട് വലിയ കുറെ എന്താ പറയാ, നീണ്ടു പോകുന്ന കഥകളാണ്, പ്രബന്ധാത്മക കഥകളാണ്. മുക്തക ശൈലിയല്ല, ഏതെങ്കിലും പ്രബന്ധവും മുക്തകുമുണ്ട്. മുക്തകം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഏട് മാത്രം എടുത്തുകൊണ്ട് എഴുതുന്നതാണ് മുക്തക കാവ്യം. പക്ഷെ പ്രബന്ധാത്മക കാവ്യം എന്ന് പറയുന്നത് അത് ആദ്യം ഇപ്പൊ ഒരു രാജകുമാരനും രാജകുമാരിയും തമ്മിലുള്ള പ്രണയകഥയാണെങ്കിൽ ആ രാജകുമാരി ജനിക്കുന്നത് മുതൽ അവസാനം വരെ അങ്ങനെ അത് കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ് പ്രബന്ധാത്മക ശൈലി എന്ന് പറയുന്നത്. സൂഫി കവികൾ കൂടുതലും പ്രബന്ധാത്മക ശൈലിയിലാണ് കാവ്യം എഴുതിയത്. और श्रृंगार के संयोग और वियोग पक्ष का विस्तार से अंगन, അതായത് ശൃംഗാറിന്റെ രണ്ട് പക്ഷം, വിയോഗ ശൃംഗാറും संयोग ശൃംഗാറും അവർ കാണിക്കുന്നുണ്ട്. और अवधि भाषा का प्रयोग और इतिवृत्तात्मक काव्य शैली का प्रयोग और चरित्र चित्रण में मानव और मानवेतर दो प्रकार की चरित्रों की सृष्टि. അതായത് ഇപ്പം സൂഫി കാവ്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാണാം അതിൽ മനുഷ്യന്മാരും മാനവേതറായിട്ടുള്ള അതായത് പക്ഷികളും മൃഗങ്ങളും അവരും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം ജായസിയുടെ പത്മാവതിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ നായകനും നായികയും തമ്മിലുള്ള സ്നേഹം ഉണ്ടാവുന്നത് എന്താണ്, അതിന്റെ നടുക്ക് വരുന്ന ഒരു ഹീരാമൻ തോത്ത വഴിയാണ്. അതായത് ഹീരാമൻ തോത്ത രാജകുമാരനോട് ചെന്ന് പറയുന്നു, ഇങ്ങനെ ഒരു ദേശത്ത് ഇങ്ങനെ ഒരു സുന്ദരി ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ സൗന്ദര്യം ഈ തത്ത വർണ്ണിച്ചു കൊടുക്കുന്ന സമയത്ത് അതിലെന്ത് ചെയ്യുന്നു, ആകൃഷ്ടനായിട്ട് രാജകുമാരിയെ കാണാൻ വരുന്നു. അതൊക്കെയാണ് കഥ പോകുന്നത്. അപ്പൊ മനുഷ്യൻ മാത്രമല്ല മാനവേതറായിട്ടുള്ള ക്യാരക്ടേഴ്സും എന്ത് ചെയ്യുന്നു, ആ സൂഫി കാവ്യങ്ങളിൽ വിഷയമാകുന്നുണ്ട്. ഭാഷ അവധിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സന്ത് കവികള് സദുക്കടി ഭാഷ ഉപയോഗിച്ചപ്പോഴേക്കും സൂഫി കവികൾ ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് അവധിയാണ്. ठीक है. प्रमुख सूफी कवि
आचार्य शुक्ल जी के अनुसार कुतुबन द्वारा रचित മൃഗാവതി ही പ്രഥം പ്രേമാഖ്യാൻ കാവ്യം മാനത്തെ ഹെ. ആചാര്യ ശുക്ലജി തന്റെ ഇതിഹാസ ഗ്രന്ഥത്തിൽ പറയുന്നത് ഏറ്റവും ആദ്യത്തെ സൂഫി ഗ്രന്ഥം എന്ന് പറയുന്നത് കുത്തുബന്റെ മൃഗാവതിയാണെന്നാണ്. लेकिन डॉक्टर हजारी प्रसाद द्विवेदी ईश्वरदास द्वारा रचित सत्यवती कथा को तथा डॉक्टर नागेंद्र असाइक द्वारा रचित हंसावली को हिंदी का प्रथम പ്രേമാഖ്യാൻ കാവ്യം മാനത്തെ हैं. ഏറ്റവും ആദ്യത്തെ സൂഫി കാവ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്വാൻമാരുടെ ഇടയിൽ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. രാമചന്ദ്ര ശുക്ല പറയുന്നത് കുത്തുബൻ എഴുതിയ മൃഗാവതിയാണ് ആദ്യത്തെ പ്രേമാഖ്യാൻ കാവ്യം എന്ന് പറയുമ്പോഴേക്കും ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത് ഈശ്വർദാസ് രചിച്ച സത്യവതി കഥയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വിദ്വാൻ ഡോക്ടർ നഗേന്ദ്ര പറയുന്നത് അസായിത്ത് എന്ന് പറഞ്ഞ ഒരു സൂഫി കവി എഴുതിയ ഹൻസാവലിയാണ് ഹിന്ദിയിലത്തെ ആദ്യത്തെ സൂഫി കാവ്യം എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇനി പ്രമുഖ് സൂഫി കവികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ प्रथम कुतुबन. कुतुबन के बारे में देखेंगे. कुतुबन 16वीं शती के रचनाकार है. मृगावती में उन्होंने चंदनगिरी के राजा गणपति देव के कुमार तथा मृगावती के बीच के प्रेम का वर्णन किया है. അതായത് ഇതിൽ എന്താണ് പറഞ്ഞ രാജ ഗണപതി ദേവും അതിനോടൊപ്പം മൃഗാവതിയും തമ്മിലുള്ള പ്രണയകഥയാണ് എന്താണ് കുത്തുബൻ തന്റെ രചനയായ മൃഗാവതിയിൽ പറഞ്ഞിരിക്കുന്നത്. അഗല മഞ്ചൻ ഹെ. മധുമാലതി മഞ്ചൻ की प्रसिद्ध रचना है. മധുമാലതിയാണ് മഞ്ചൻ രചിച്ചത്. अवधी भाषा के इस काव्य में प्रेम का उदात्त स्वरूप मिलता है. अन्य प्रेमाख्यानों के समान इसमें भी नायक के योगी वेश में आने किसी सुंदरी को बचाने आदि रूढ़ियों का निर्वाह हुआ है. അതായത് എന്താ ചെയ്തിരിക്കുന്നത്, ഒരു പ്രേമാഖ്യാനാണ്. ഇതിലെന്താ പറയുന്നത്, നായക യോഗി വേഷത്തിൽ വരുന്നു, ഒരു സന്യാസിയുടെ വേഷത്തിൽ വരുന്നു, നായികയെ സുന്ദരിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിട്ട് അവസാനം നായകനും നായികയും ചേരുന്ന ഒരു പ്രേമാഖ്യാൻ കാവ്യമാണ് മധുമാലതി. अगला है सूफी प्रेमाख्यान काव्य या सूफी कवियों के प्रतिनिधि कवि मलिक मोहम्मद जायसी. हिंदी प्रेमाश्रयी शाखा के महान कवि है जायसी. उनका पद्मावत प्रेमाख्यान परंपरा की प्रतिनिधि रचना है. अक्रावट और आखिरी कलाम उनकी अन्य रचनाएं हैं. मलिक मोहम्मद जायसी महान कवि, सूफी കവികളിലെ പ്രമുഖനാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ രചനയാണ് സൂഫി കാവ്യത്തിലെ പ്രതിനിധി രചന എന്ന് അറിയപ്പെടുന്നത്. ഉസ്കാ നാം ജോ ഹെ പത്മാവതി ഹെ. അദ്ദേഹത്തിന്റെ രചനയാണ് പത്മാവതി. അതാണ് സൂഫി കാവ്യത്തിലെ പ്രതിനിധി രചന എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം പത്മാവതല്ലാതെ മറ്റു രണ്ട് രചന കൂടി എഴുതിയിട്ടുണ്ട്. വേത്തോം അക്രാവട്ട് ഓർ ആഖിരി കലാം. അക്രാവട്ട് എന്നും ആഖിരി കലാം എന്ന് പറഞ്ഞ് മറ്റു രണ്ട് കാവ്യങ്ങൾ കൂടി ആരെഴുതിയിട്ടുണ്ട്, മലിക് മുഹമ്മദ് ജായസി എഴുതിയിട്ടുണ്ട്. पद्मावत में उन्होंने सिंहल द्वीप के राजा गंधर्वसेन की पुत्री पद्मावती और चित्तौड़ के राजा रत्नसेन की प्रेम कथा प्रस्तुत की है. അതായത് പത്മാവതിയിൽ പറഞ്ഞിരിക്കുന്നത് സിംഹള ദ്വീപിലെ രാജാവായ ഗന്ധർവസേനും പത്മാവതിയിൽ പറഞ്ഞിരിക്കുന്നത് സിംഹള ദ്വീപിലെ രാജാവായ ഗന്ധർവസേന്റെ പുത്രി പത്മാവതിയും ചിത്തൗഡിലെ രാജാവായ രത്നസേനും തമ്മിലുള്ള പ്രണയകഥയാണ് പത്മാവതിന്റെ വിഷയം. പത്മാവതി അത്യന്ത സുന്ദരി थी और उसके योग्य वर नहीं मिलता था. പത്മാവതി എന്ന് പറയുന്നത്, അതായത് ഗന്ധർവസേന്റെ പുത്രി പത്മാവതി അത്യന്ത സുന്ദരി थी, उसके योग्य वर नहीं मिलता था. അതായത് ഒരു യോഗ്യനായ ഒരു വരനെ കിട്ടുന്നില്ല. ഒരു എന്താണ്, ഭയങ്കര സുന്ദരിയാണ് ആര്, പത്മാവതി. രത്നസേൻ ഹീരാമൻ തോത്ത के मुंह से पद्मावती के सौंदर्य का वर्णन सुना. അങ്ങനെ ചിത്തൗഡിലെ രാജാവായ രത്നസേൻ ഒരിക്കല് ഹീരാമൻ തോത്ത, ഒരു തത്തയാണ്, തത്തയുടെ പേരാണ് ഹീരാമൻ. ഈ ഹീരാമൻ തോത്ത വഴിയാണ് അറിയുന്നത് ഇങ്ങനെ സിംഹള ദ്വീപില് ഇങ്ങനെ ഒരു പത്മാവതി എന്ന് പറഞ്ഞ സുന്ദരിയുണ്ട് എന്ന് രത്നസേൻ അറിയുന്നത് ആര് വഴിയാണ്, ഈ ഹീരാമൻ തോത്ത വഴിയാണ്. वो पद्मावती से मिलने के लिए सिंहल द्वीप पहुंचा. അങ്ങനെ രത്നസേൻ ആരെ കാണാൻ വരുന്നു, പത്മാവതിയെ കാണാൻ
സിംഹളദ്വീപിലേക്ക് വരുന്നു. ഗന്ധർവസേൻ കോ ഹറാക്കർ പത്മാവതി സെ ഷാദി ബി കർത്താ ഹെ. അങ്ങനെ ഗന്ധർവസേനുമായിട്ട് എന്ത് ചെയ്യുന്നു, വലിയൊരു യുദ്ധം, അങ്ങനെ വഴക്ക് തർക്കങ്ങൾക്കൊടുവില് അവര് എന്ത് ചെയ്യുന്നു, കണ്ടുമുട്ടുന്നു. दिल्ली के बादशाह पद्मावती को पाने के लिए षड्यंत्र करता है तो पद्मावती उसे पराजित करने में രത്നസേൻ की സഹായത करती है. അതേസമയം ദില്ലിയിലെ ബാദ്ഷാഹ് പത്മാവതിയെ നേടിയെടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു. ആ ഗൂഢാലോചനയൊക്കെ അറിഞ്ഞ് പത്മാവതി ആരോട് സഹായം ചോദിക്കുന്നു, രത്നസേനോട് സഹായം ചോദിക്കുന്നു. अंत में कुंभलनेर के राजा से युद्ध करते हुए രത്നസേൻ की मृत्यु होती है और दोनों റാണിയാം സതി होती है. അതൊരു കാര്യം, ചിത്തൗഡ് നരേഷ്, ചിത്തൗഡിലെ രാജാവായ രത്നസേൻ പത്മാവതിയെ കാണാൻ വരുന്ന സമയത്ത് എന്തുണ്ട്, രത്നസേന് ഭാര്യയുണ്ട്, ഉസ്കാ നാം ജോ ഹെ നാഗമതി ഉണ്ട്. അതായത് ഓൾറെഡി ഒരു കല്യാണം കഴിച്ചു രാജകുമാരി അല്ലെങ്കിൽ പത്നിയുള്ള ആളാണ് ആര്, രത്നസേൻ. അങ്ങനെ നാഗമതിയെ ഉപേക്ഷിച്ചിട്ടാണ് എങ്ങോട്ട് വരുന്നത്, രത്നസേൻ സിംഹളദ്വീപിലേക്ക് പത്മാവതിയെ സ്വന്തമാക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, കുംഭളനേറിലെ രാജാവുമായി യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിനൊടുവിൽ ആര് മരിക്കുന്നു, രത്നസേൻ മരിക്കുന്നു. ഈ രണ്ട് സ്ത്രീകളും, നാഗമതിയും പത്മാവതിയും, രണ്ടുപേരും എന്തായി മാറുന്നു, സതി ചെയ്യുന്നു. സതി എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചിതയിൽ തന്നെ രണ്ടുപേരും മരിക്കുന്നതായിട്ടാണ് കഥ അവസാനിപ്പിക്കുന്നത്. അപ്പം പത്മാവത് എന്ന് പറഞ്ഞ ആ രചനയില് നമുക്ക് പത്മാവതിയുടെ ശൃംഗാർ വർണ്ണനൊക്കെ കാണാം. അതിനോടൊപ്പം തന്നെ ഈ നാഗമതിയുടെ വിയോഗ ശൃംഗാർ, വിരഹ വർണ്ണനയും പത്മാവതിയിൽ കാണാം. मसनवी शैली में लिखे गए इस महाकाव्य में बड़ी सुंदरता के साथ जायसी ने सूफी रहस्यवाद का प्रयोग भी किया है. राजा रत्नसेन जीवात्मा का प्रतीक है, पद्मावती परमात्मा का, हीरामन तोता गुरु का, अलाउद्दीन शैतान का और നാഗമതി ലൗകിക് സുഖോ കാ പ്രതീക് ഹെ. അതായത് മസ്നവി ശൈലിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിനോടൊപ്പം ഇതിലെ ഓരോ കഥാപാത്രവും പ്രതീകാത്മകമാണ്. രാജാ രത്നസേൻ ജീവാത്മയുടെ പ്രതീകമാണെങ്കിൽ പത്മാവതി പരമാത്മാവിന്റെ പ്രതീകമാണ്. അതായത് പരമാത്മാവ് എന്ന് പറയുന്നത് സ്ത്രീക്കാണ് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. നായികയായിരിക്കും എപ്പോഴും പരമാത്മാവ്. അതായത് പരമാത്മാവ് എന്ന് വെച്ചാൽ ഈശ്വരൻ എന്ന് പറയുന്നത് നായിക, ജീവാത്മാ എന്ന് പറയുന്നത് നായകായിരിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ജീവിതമൊക്കെ ജീവിച്ച് തീർത്ത് അവസാനം ഓടി ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവസാനം ആരിലേക്ക് എത്തുന്നത്, നമ്മൾ ഈശ്വരൻ, നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ടേക്കുള്ള ഒരു യാത്രയിലാണ് മനുഷ്യൻ നിരന്തരം. അപ്പം അവസാനം മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ജീവാത്മാക്കള് അവസാനം ആരിൽ എത്തിച്ചേരാൻ വേണ്ടി, പരമാത്മാവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു ഇടയിലുള്ള ഒരു ഇത് മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതേപോലെയാണ് എന്താണ് ഈ സൂഫി കവികൾ പറഞ്ഞിരിക്കുന്നത്. പരമാത്മാവ് എന്ന രീതിയിൽ ആരെ അവതരിപ്പിക്കും, ആ കഥയിലെ നായികയെ കൊണ്ടുവരും. നായകൻ പല തടസ്സങ്ങളും യുദ്ധങ്ങളൊക്കെ തരണം ചെയ്ത് അവസാനം ആരിലേക്ക് എത്തുന്നു, ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവിന്റെ പ്രതീകമായ നായികയിലേക്ക് എത്തുന്നു. ഇത് ഓരോന്നും പ്രതീകാത്മകമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. और हीरामन तोता यह गुरु का പ്രതീക് ഹെ. ഹിരാമൻ തോത്തയാണ് എന്ത് ചെയ്യുന്നത്, ഈ കഥയില് രത്നസേന് എന്ത് പറഞ്ഞു കൊടുക്കുന്നത്, വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ സിംഹളദ്വീപിൽ ഇങ്ങനെ ഒരു സുന്ദരി ഉണ്ട് എന്നുള്ള കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഹിരാമൻ തോത്ത യഹ ഗുരു കാ പ്രതീക് ഹെ. അലാവുദ്ദീൻ ശൈത്താൻ കാ और നാഗമതി ലൗകിക് സുഖോം കാ പ്രതീക് ഹെ. അങ്ങനെ ഓരോരുത്തരും പ്രതീകാത്മകമായിട്ടാണ് ഓരോരുത്തരെയും കഥയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. हिंदी भक्तिकाल के अन्य महान प्रेमाख्यान कवियों में मुल्ला दाऊद, ഷെയ്ഖ് നബി ആദി के नाम ഉല്ലേഖനീയ है. അങ്ങനെ മറ്റ് കവികൾ എന്ന് പറയുന്നത് മുല്ലാ ദാവൂദ്, അദ്ദേഹത്തിന്റെ രചന എന്ന് പറഞ്ഞ സത്യവതി കഥ, ഷെയ്ഖ് നബി, ഗ്യാൻ ദീപ്, ഇതൊക്കെയാണ് മറ്റ് രചനകൾ, മറ്റ് കവികൾ സൂഫിയിൽ വരുന്നത്. അകല സഗുണ ഭക്തി ശാഖ. അപ്പൊ നിർഗുണം നമ്മൾ സന്തും സൂഫിയും നോക്കി. അടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് സഗുൺ ഭക്തി ശാഖ. इसमें ईश्वर का रूप
ഈശ്വർ കോ രൂപ് ഓർ ഗുണോ സെ യുക്ത് മാനത്തെ ഹെ. അതായത് നിർഗുണമാതികൾ ഈശ്വരൻ രൂപമില്ല, ഗുണം, നിറമില്ല, മണമില്ല അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സഗുണ ഭക്തിശാഖയിലുള്ള കവികള് അല്ലെങ്കിൽ ഭക്തർ പറയുന്നത് ഈശ്വരന് രൂപവും നിറവും എല്ലാം ഉണ്ട്, ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് കാണാം, കേൾക്കാം, തൊട്ടറിയാം എന്നുള്ള രീതിയിലാണ് സഗുണവാദികൾ പറയുന്നത്. വൈഷ്ണവ ഭക്തों के कारण हिंदी सगुण उपासना आगे बढ़ी. വൈഷ്ണവ് ഭക്തി വഴിയാണ് എന്ത് ചെയ്യുന്നത്, സഗുണ ഭക്തി കൂടുതൽ പ്രചരിക്കപ്പെടുന്നത്. सगुण भक्ति शाखा के दो भेद है, राम भक्ति शाखा और कृष्ण भक्ति शाखा. पहले राम भक्ति शाखा, इसके सर्वप्रथम प्रचारक के रूप में രാമാനുജാചാര്യ का नाम आता है. രാമഭക്തി ശാഖയിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ വരുന്ന പ്രവർത്തകമായി വരുന്നത് രാമാനുജാചാര്യാണ്. उन्होंने अवतारी राम को अपनी विष्णु भक्ति का आधार मानकर विशिष्टाद्वैतवाद की स्थापना की. അദ്ദേഹത്തിന്റെ അവതാരി പുരുഷ ശ്രീരാമായിരുന്നു. രാമനെ മെയിൻ കഥാപാത്രമാക്കി വിഷ്ണു ഭക്തി പ്രചരിപ്പിക്കാനാണ് ആര് ശ്രമിച്ചത്, രാമാനുജാചാര്യ ശ്രമിച്ചത്. രാമാനുജാചാര്യരുടെ സിദ്ധാന്ത സമ്പ്രദായത്തിന്റെ പേരാണ് വിശിഷ്ടാദ്വൈതവാദ്. रामावृत संप्रदाय के रामानंद, निर्गुण संप्रदाय के कबीर ആദി ഉൻകെ പ്രമുഖ് ശിഷ്യത്തെ. അപ്പൊ നമ്മ പറഞ്ഞു രാമാനുജാചാര്യന്റെ ശിഷ്യരെന്ന് പറയുന്നത് രാമാനന്ദ്, അതേപോലെ തന്നെ കബീർ. പക്ഷെ ഇവരൊക്കെ മാർഗം വേറെയാണ്. അതായത് കബീർ നമ്മ ഇതിനു മുമ്പ് പഠിച്ച നിർഗുണ സമ്പ്രദായത്തിൽ വരുന്ന നിർഗുണ ശാഖയിൽ വരുന്നതാണ്. എങ്കിലും ഈ രാമാനുജാചാര്യാണ് ആരുടെയും ശിഷ്യൻ, ഈ കബീറിന്റെയും ശിഷ്യൻ. അങ്ങനെ ശിഷ്യ പരമ്പര വെച്ച് നോക്കുമ്പോഴേക്കും അവിടെ സഗുണം നിർഗുണമായിട്ടുള്ള ആളുകളെ കാണാം നമുക്ക്. और रामभक्ति शाखा के प्रतिनिधि कवि तुलसीदास है. रामभक्ति शाखा के सर्वश्रेष्ठ कवि के रूप में गोस्वामी तुलसीदास का नाम आता है. उनकी प्रतिभा सर्वतोन्मुखी थी. उनकी कृतियों में जीवन का सर्वांगपूर्ण चित्रण सरल और अकृत्रिम रूप में प्रस्तुत किया है. उनका महत्व साहित्यिक, धार्मिक, दार्शनिक तथा सामाजिक क्षेत्रों तक व्याप्त है. उन्होंने काव्य के दो रूप, प्रबंध और मुक्तक शैली को भी अपनाई है. द्वैत और अद्वैत वादों को मिश्रण तुलसी के राम में मिलेगी. तुलसी ने जो राम का स्वरूप लोगों के सामने रखा, उससे इस दोनों मत वालों के बीच समन्वय लाने में एक हद तक वे सफल रहे. दार्शनिक क्षेत्र में द्वैत और अद्वैत का समन्वय करने पर सांस्कृतिक और धार्मिक क्षेत्र में ज्ञान और भक्ति की रास्ता खुल गए. तुलसी समन्वय की साधना करते हुए एक आदर्श समाज की कल्पना भी करते थे. തുളസീദാസ് ഒരു സമന്വയവാദിയായിരുന്നു. അദ്ദേഹം ഒരേ തരത്തിൽ ഒരേ മാർഗം രാമഭക്തി ആ ഒരു ശാഖയിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും പല വൈരുദ്ധ്യങ്ങളെയും അദ്ദേഹം എന്താക്കാൻ ശ്രമിച്ചു, ഒന്നാക്കാൻ ശ്രമിച്ച ഒരു സമന്വയവാദിയാണ് തുളസീദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ദ്വൈത, അദ്വൈത അങ്ങനെയുള്ള പല അദ്വൈതവാദികൾ അവർ തമ്മിലുള്ള സംഘർഷങ്ങളെയൊക്കെ തൻ്റെ രചനകളിലൂടെ അതിനെയൊക്കെ സമന്വയിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുളസീദാസ് രാമഭക്തി ശാഖയിൽ വരുന്നുവെങ്കിൽ പോലും അദ്ദേഹം കൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൃഷ്ണ ഭക്തരെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, കൃഷ്ണ ഭക്തിയെ അവഗണിച്ചിട്ടില്ല. എല്ലാത്തിനെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ സാഹിത്യത്തിൽ അല്ലെങ്കിൽ തൻ്റെ പതില് അദ്ദേഹം സമന്വയം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സമന്വയവാദിയാണ് തുളസീദാസ് എന്ന് പറയുന്നത്. തുളസീദാസ് കെ 12 പ്രമുഖ ഗ്രന്ഥ ഹെ. തുളസീദാസ് എഴുതപ്പെട്ടു എന്ന് പറയുന്ന 12 ഗ്രന്ഥങ്ങളാണുള്ളത്. രാംലല നെഹച്ചു, രാമാജ്ഞ പ്രശ്നാവലി, ജാനകി മംഗൾ, രാംചരിത് മാനസ്, പാർവതി മംഗൾ, ഗീതാവലി, കൃഷ്ണ ഗീതാവലി, ജാനകി മംഗൾ, വിനയ് പത്രിക, ബർവൈ രാമായൺ, ദോഹാവലി, കവിതാവലി. ഓക്കെ, ഇതിൽ ഏറ്റവും ഫേമസ് രാമചരിതമാനസ് ആണ്. അതിനുശേഷം വിനയ് പത്രിക, അതൊക്കെ ഫേമസ് ആയിട്ടുള്ള രചനകളാണ്. തുളസീദാസ് के अलावा अग्रदास, नाभादास, ईश्वरदास आदि भी रामभक्ति शाखा के प्रमुख कवि थे. अगला कृष्ण भक्ति शाखा. हिंदी साहित्य के मध्यकाल में ही कृष्ण भक्ति का विकास हुआ. निर्गुणपंथियों की कठोर साधना एवं रीतियों से विरक्त आम भारतीय जनता भारतीय पुराण एवं इतिहास में सर्वाधिक वर्णित कृष्ण की ओर आकृष्ट हुई.
അതായത് നമുക്കറിയാം, സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് രൂപമില്ല, നിറമില്ല, ഒരു ശൂന്യതയിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗ്രഹിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യർക്ക്. അപ്പോഴേക്കും മനുഷ്യർക്ക്, അതായത് അവിടെ ഫുൾ കൺഫ്യൂഷൻ ആണ്. ഈശ്വരൻ എന്ന് പറയുന്നത് നിർഗുണാണ്, പരമാത്മാവാണ്, അതൊരു ചൈതന്യമാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും സാധാരണക്കാരൻ അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും ആളുകളിലേക്ക് കൂടുതൽ ഭക്തി എത്തിക്കുക, അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ എന്താക്കാൻ വേണ്ടി ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ അവതാരങ്ങളൊക്കെ വരുന്നത്. ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞ് വരുന്നത്. ഒരു ഭക്തിശാഖ, കൃഷ്ണ ഭക്തിശാഖ എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ പേരിൽ മന്ദിർ, എവിടെയാണോ അതിന്റെ പൂജ അതൊക്കെ നടക്കുന്നത്, അവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ചെല്ലാം. അപ്പൊ അവരുടെ ഭക്തി അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? ഭക്തി അവിടെ പോഷിക്കപ്പെടുന്നു. അവരുടെ പലപ്പോഴൊക്കെ അവർക്കും എന്ത് കിട്ടുന്നുണ്ട്? അതിലൂടെ ഒരു പരിധി വരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ഭക്തിയുടെ തലം എളുപ്പമാക്കാൻ വേണ്ടിയാണ് എന്ത് വരുന്നത്? സഗുണ് വരുന്നത്. അപ്പൊ ആളുകൾക്ക് കൂടുതലും, സാധാരണക്കാരായ ആളുകൾക്ക് നിർഗുണിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എവിടെയാണോ സഗുണ മാർഗികള് കൃഷ്ണഭക്തി ശാഖ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്, അപ്പൊ സാധാരണക്കാര് പെട്ടെന്ന് ആ വഴിക്ക് പോയി. കൃഷ്ണൻ എന്ന് പറഞ്ഞ്, രാം എന്ന് പറഞ്ഞ് സഗുണ മാർഗികളുടെ വഴിയിലേക്ക് അവർ നീങ്ങുകയാണ് ചെയ്തത്. കാരണം അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പണ്ടുകാലത്തെ മുതൽ കൂടുതൽ ഉപയോഗിക്കുന്ന കൃഷ്ണഭക്തി ശാഖ, അല്ലെങ്കിൽ കൃഷ്ണനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃഷ്ണഭക്തി ശാഖ ആരംഭിക്കുന്നത്. इस शाखा के कवियों ने कृष्ण के लोकरंजक रूप को लेकर हिंदी में सुंदर काव्य लिखे. കൃഷ്ണഭക്തി ശാഖയിൽ വരുന്ന കവികളാണ് എന്ത് ചെയ്തത്? കൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി കൃഷ്ണനെ ഒരു ലോകരഞ്ജക് ആയിട്ടാണ് അവതരിപ്പിച്ചത്. ലോകരഞ്ജക് മാനെ ഒരു എന്റർടൈനർ ആയിട്ടാണ് കൃഷ്ണനെ അവതരിപ്പിക്കുന്നത്. കൃഷ്ണന്റെ ബാലലീലകള്, കൃഷ്ണനോടുള്ള വാത്സല്യം, കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള രാസകേളികള്, അതൊക്കെ അങ്ങനെ കൃഷ്ണനെ ഒരു ലോകരഞ്ജക്, ഒരു എന്റർടൈനർ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കൃഷ്ണഭക്തി ശാഖയിൽ വരുന്ന കവികളും അങ്ങനെയാണ്. ആളുകളെയൊക്കെ ഒരു എന്ത് ചെയ്യുന്ന രീതിയിൽ മനോരഞ്ജൻ ചെയ്യുന്ന രീതിയിൽ കൃഷ്ണനെ അവതരിപ്പിച്ചു. आचार्य वल्लभ तथा सूरदास एवं अष्टचाप के अन्य कवियों द्वारा कृष्ण भक्ति को बहुत अधिक प्रचार किया. आचार्य वल्लभ यानी कि വല്ലഭാചാരിയും അതേപോലെ സൂർദാസ്, അഷ്ടജാബിലെ മറ്റ് കവികൾ, അവരൊക്കെ ഒന്നുകൂടി കൃഷ്ണഭക്തിയെ എന്ത് ചെയ്തു? കൂടുതൽ പ്രചരിപ്പിച്ചു. इस शाखा के कवियों ने श्री कृष्ण भक्ति का बहुत अधिक प्रचार किया. कृष्ण भक्त वल्लभाचार्य पुष्टि मार्ग के प्रवर्तक थे. അതായത് കൃഷ്ണഭക്തനായ വല്ലഭാചാരി പുഷ്ടിമാർഗിലെ പ്രവർത്തകനായിരുന്നു. പുഷ്ടിമാർഗ് क्या है ये देखेंगे. पुष्टिमार्ग कृष्ण भक्ति का जो रूप हिंदी साहित्य में हमें मिलते हैं वह शुद्धद्वैतवाद कहा जाता है. आचार्य वल्लभ का दर्शन शुद्धद्वैतवाद है. वही साधना के क्षेत्र में पुष्टिमार्ग आते हैं. यही कृष्ण भक्ति का दार्शनिक आधार है. शुद्धद्वैतवाद में जगत को सत्य माना जाता है. जीव और जगत भी ब्रह्मा का अंश होने के कारण सत्य है. पुष्टि का अर्थ है अनुग्रह. पुष्टि मार्ग में भगवान की कृपा पर सबसे अधिक महत्व दिया जाता है. पुष्टि मार्ग में 3 प्रकार के जीव माने जाते हैं. पुष्टि जीव, मर्यादा जीव, प्रवाह जीव आदि. इसमें सबसे प्रमुख पुष्टि जीव है, क्योंकि भगवान की कृपा पाकर वे उसके साथ नित्य लीला करते हैं. पुष्टि मार्गियों के विचार में श्री कृष्ण ब्रह्मा है. पुष्टि मार्ग की भक्ति प्रेम लक्षण भक्ति है. കൃഷ്ണഭക്തി ശാഖയിലെ പ്രമുഖമായിട്ടുള്ള പ്രവർത്തകനായിരുന്നു ശ്രീ വല്ലഭാചാരി. അദ്ദേഹം പുഷ്ടിമാർഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. അപ്പം വല്ലഭാചാര്യരുടെ ദർശനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേത്തോ ശുദ്ധദ്വൈതവാദ ഹെ. ശുദ്ധദ്വൈതവാദായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം. ഈ ശുദ്ധദ്വൈതവാദിന്റെ ഉള്ളിൽ വരുന്നതാണ് പുഷ്ടിമാർഗ് എന്ന് പറയുന്നത്.
अതാണ് आचार्य वल्लभ का दर्शन शुद्धद्वैतवाद है वही साधना के क्षेत्र में पुष्टि मार्ग है. അതായത് വല്ലഭാചാര്യർ പറയുന്ന തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശുദ്ധദ്വൈതവാദാണ്. അതിനെ അദ്ദേഹം ഉപയോഗിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് പുഷ്ടിമാർഗാണ്. അതായത് പുഷ്ടിമാർഗ് എന്ന് പറയുന്നത് പുഷ്ടി का अर्थ है अनुग्रह. പുഷ്ടി എന്ന് കഴിഞ്ഞാൽ അനുഗ്രഹം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പുഷ്ടി അനുഗ്രഹം. അപ്പൊ പുഷ്ടിമാർഗികൾ അവർ വിശ്വസിക്കുന്നത് ഈശ്വരനിലെ അനുഗ്രഹം, അതായത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിയല്ലേ, കൃഷ്ണന്റെ ഒരു അനുഗ്രഹം പുഷ്ടി കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ലൈഫ് എന്തായി മാറും എന്നാണ്. നമ്മുടെ ലൈഫ് അപ്പോഴാണ് കൂടുതൽ സക്സസ് ആയി മാറുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് 3 प्रकार के जीव मानते हैं उनके अनुसार. पुष्टि जीव, मर्यादा जीव, प्रवाह जीव. इनमें सबसे प्रमुख पुष्टि जीव है. ഏറ്റവും ഫേമസ് ആയി അവർ പറയുന്നത് പുഷ്ടി ജീവിനെ കുറിച്ചിട്ടാണ്. അതായത് ഭഗവാൻ की कृपा पाकर वे उसके साथ नित्य लीला करते हैं. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിത്യം ആരോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കിട്ടി ഭഗവാനോട് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് പുഷ്ടി ജീവിലാണ്. അതുകൊണ്ട് ഇവർ പുഷ്ടി ജീവിനാണ് കൂടുതൽ എന്ത് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റേത് മര്യാദാ ജീവും പ്രവാഹ ജീവുമാണ്. അത് മറ്റൊരു ജീവിതത്തിന് മറ്റൊരു എന്താണ് ഘട്ടമാണത്. പക്ഷെ പുഷ്ടിമാർഗികള് പുഷ്ടി ജീവനാണ് കൂടുതൽ എന്ത് കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് ഭഗവാന്റെ അടുത്ത് നിന്നുകൊണ്ട് ഭഗവാന്റെ കൃപ കിട്ടി നമ്മൾ നിത്യം നമ്മളോട് കൂടി ഭഗവാനായിരിക്കുന്ന ആ ഒരു ഘട്ടത്തിനാണ് ഇവര് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, പുഷ്ടിമാർഗ എന്ന് പറയുന്നത്. പുഷ്ടിമാർഗിന്റെ ദർശനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേത്തോ ശുദ്ധദ്വൈതവാദ ഹെ. ശുദ്ധദ്വൈതവാദ തന്നെയാണ്, അതിന്റെ ഉള്ളിൽ വരുന്ന മാർഗാണ് എന്ത് പുഷ്ടിമാർഗ എന്ന് പറയുന്നത്. പുഷ്ടിമാർഗികൾ വിശ്വസിക്കുന്നത് പരബ്രഹ്മാവ് വഹ് കൃഷ്ണ ഹെ, കൃഷ്ണനാണ് പരബ്രഹ്മാവ്. അവരുടെ ഭക്തി എന്ന് പറയുന്നത് പ്രേമലക്ഷണ ഭക്തിയാണ്. അകല അഷ്ടചാപ് നമ്മ പറഞ്ഞു, കൃഷ്ണഭക്തിയെ പ്രചരിപ്പിക്കുന്നതില് വല്ലഭാചാര്യർക്കും സൂർദാസിനും ഒപ്പം അഷ്ടചാപിലെ കവികൾക്കും വലിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് പുഷ്ടിമാർഗം എന്ന് പറഞ്ഞു, വല്ലഭാചാര്യരെ കുറിച്ച് പറഞ്ഞു. വല്ലഭാചാര്യരെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് പുഷ്ടിമാർഗം എന്ന് പറയണം. അത് കഴിഞ്ഞു അടുത്തതെന്ന് പറയുന്നത് അഷ്ടചാപിലെ കവികൾ എങ്ങനെ കൃഷ്ണഭക്തി ശാഖയെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന്. അപ്പൊ അഷ്ടചാപിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പുഷ്ടിമാർഗ के सांप्रदायिक विचार और हिंदी की कुछ कवियों की कृतियों में मिलती है. അതായത് പുഷ്ടിമാർഗിന്റെ ആ വിചാരം പുഷ്ടിമാർഗ് എന്താ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിന്ദിയിലെ കുറെ കവികള് സാഹിത്യരചന നടത്തിയിട്ടുണ്ട്. ഇൻകോ അഷ്ടചാപ് കേത്തെ ഹെ, അതിനെയാണ് അഷ്ടചാപ് എന്ന് പറയുന്നത്. ഓക്കെ, കണക്ട് ചെയ്താണ് വരുന്നത്. വല്ലഭാചാര്യരുടെ സാധനാമാർഗമായിരുന്നു പുഷ്ടിമാർഗ്. പുഷ്ടിമാർഗിനെ എന്തിലേക്ക് കൊണ്ടുവന്നത്, സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ചില കവികളുണ്ട്. ആ കവികളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഷ്ടചാപ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ആർട്ട്. അങ്ങനെ 8 കവികളുടെ കൂട്ടത്തിനെയാണ് പുഷ്ടിമാർഗിനെ തങ്ങളുടെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന 8 കവികളുടെ കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത്, അഷ്ടചാപ് എന്ന് പറയുന്നത്. महाप्रभु वल्लभाचार्य के पुत्र विठलनाथ ने अष्टचाप की स्थापना की. അതായത് മഹാപ്രഭു, നേരത്തെ പുഷ്ടിമാർഗ അതിന്റെ പ്രവർത്തക വല്ലഭാചാരി പറഞ്ഞില്ലേ, വല്ലഭാചാര്യരുടെ മകൻ വിഠൽനാഥാണ് അഷ്ടചാപ് സ്ഥാപിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഷ്ടചാപ്. വല്ലഭാചാര്യരുടെ മകൻ വിഠൽനാഥാണ് അഷ്ടചാപ് സ്ഥാപിക്കുന്നത്. उन्होंने वल्लभ की मृत्यु के बाद उनके 4 शिष्यों को मिलाकर भक्तों की मंडली बनाई. അതായത് വല്ലഭാചാര്യരുടെ മകൻ വിഠൽനാഥ് വല്ലഭാചാര്യരുടെ മരണത്തിന് ശേഷം വല്ലഭാചാര്യരുടെ 4 ശിഷ്യരെയും പ്ലസ് തന്റെ 4 ശിഷ്യരെയും കൂട്ടി അങ്ങനെ 8 കവികളെ സമന്വയിപ്പിച്ചുകൊണ്ട് എന്ത് സ്ഥാപിച്ചു, അഷ്ടചാപ് സ്ഥാപിച്ചു. उनमें 8 कवि है कुंभनदास, सूरदास, कृष्णदास, परमानंददास, नंददास, चतुर्भुजदास, गोविंददास, चीतस्वामी आदि. ये 8 कवि है. इस 8 कवियों का सम्मेलन या इस 8 कवियों को मिलाकर हम क्या कहते हैं, अष्टचाप कहते हैं. इस अष्टचाप कवियों का मार्ग या उनका जो साधना मार्ग जो है वही पुष्टि मार्ग है. अगला कृष्णभक्ति शाഖയിലെ മെയിൻ ആയിട്ടുള്ള ഇത് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു वल्लभाचार्य, अष्टचाप के कवि और सूरदास. अंत में सूरदास के बारे में देखेंगे. कृष्ण भक्त कवियों में सूरदास का स्थान सर्वोच्च है.
കൃഷ്ണഭക്ത കവികളിൽ സൂർദാസിന്റെ സ്ഥാനം വളരെ വിലപ്പെട്ടതാണ്. വേ വല്ലഭാചാര്യക്ക് ശിഷ്യ ഓർ അഷ്ടജാബിക്ക് സർവോच्च കവി ഹെ. വല്ലഭാചാര്യരുടെ ശിഷ്യനാണ്, അതേപോലെ നമ്മുടെ അഷ്ടചാബില് മുമ്പ് പറഞ്ഞ 8 കവികളിൽ പ്രമുഖനാണ്. सूरदास के अनेक रचनाओं में सूरसागर ही उनकी प्रसिद्धि का आधार है. ഒരുപാട് രചന സൂർദാസ് നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധിക്ക് കാരണമായത് सूरसागर ആണ്. इसकी रचना भागवत की 12वीं स्कंद के आधार पर हुई. അതായത് ഭാഗവതം ദശം സ്കന്ദിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അദ്ദേഹം सूरसागर എഴുതുന്നത്. सूरसागर गेयमुक्त काव्य है. सूर की काव्य कला और काव्य संवेदना का उत्कर्ष सूरसागर के पूर्वार्ध भाग में कृष्ण के बाल रूप का वर्णन, मुरली स्तुति, राधा मिलन, कृष्ण विवाह, भ्रमर गीत आदि प्रसंगों में देखा जा सकता है. അതായത് ഈ സൂർസാഗർ എന്ന് പറയുന്നത് സൂർക്കി काव्य कला और काव्य संवेदना का उत्कर्ष रूप है ये सूरसागर. इसमें सूरदास की जन्म, उसकी बाल्य लीलाएं, मुरली स्तुति, राधा मिलन, विवाह और भ्रमर गीत आदि सभी प्रसंग सूरसागर में है. അതായത് സൂർസാഗറിൽ കൃഷ്ണന്റെ ജന്മം മുതൽ ബാല്യലീലകള്, പിന്നെ അതിനുശേഷം മുരളി സ്തുതി, പിന്നെ രാധയെ കണ്ടുമുട്ടുന്നതും കൃഷ്ണന്റെ വിവാഹവും, പിന്നീട് ഭ്രമർ ഗീത് എന്ന് പറഞ്ഞ ഒരു പ്രസംഗം, അതൊക്കെ സൂർസാഗറിന്റെ ഉള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൂർദാസിന്റെ പ്രസിദ്ധിക്ക് കാരണം ഈ ഒരൊറ്റ രചനയാണ് सूरसागर. सूर की रचनाओं का तत्कालीन सामाजिक जीवन से कोई संबंध नहीं था. वे पहले भक्त और बाद में कवि थे. തുളസി കെ സമാൻ സൂർ മേ ലോക സംഗ്രഹ കി ഭാവന നഹി മിൽത്തി. നമ്മ തുളസീദാസിനെ പറഞ്ഞതുപോലെ എന്തില്ല, സൂറിന് ഒരു പ്രത്യേകത എന്ത് വെച്ച് കഴിഞ്ഞാല് സൂർദാസ് ലോക രഞ്ജക്കായിട്ടാണ് കൃഷ്ണനെ അവതരിപ്പിച്ചത്. നമ്മുടെ എന്താണ് ആളുകളെയൊക്കെ രസിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി, അല്ലെങ്കിൽ അവരെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും എന്താണ് മര്യാദ പുരുഷോത്തമനായിട്ട് ശ്രീരാമനെ എങ്ങനെയാണോ രാമഭക്തി ശാഖയിലെ കവികൾ കൊണ്ടുവന്നത്, അതേപോലെ അല്ല കൃഷ്ണനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൂർദാസ് പെഹലെ ഭക്ത് ഥേ ബാദ് മേ കവി. ആദ്യം ഭക്തനായിരുന്നു, അതായത് കവി എന്നത് രണ്ടാമത് പറഞ്ഞാൽ മതി. ഏറ്റവും ആദ്യം വേത്തോ ഭക്ത് ഥേ, കൃഷ്ണന്റെ അനന്യ ഭക്തനായിരുന്നു. ശേഷമേ എന്ത് പറയാൻ പറ്റുള്ളൂ, അദ്ദേഹം ഒരു കവി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പെഹലെ വേ ഭക്ത് ഥേ ബാദ് മേ കവി. അതുകൊണ്ട് തന്നെ കൃഷ്ണനോടുള്ള ഭക്തിയാണ് അദ്ദേഹത്തിന്റെ രചനയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അവിടെ സാഹിത്യക് പക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷെ കുറവായിരിക്കാം, ഭക്തിയാണ് കൂടുതൽ സൂർസാഗറിൽ സൂർദാസ് കാണിച്ചിരിക്കുന്നത്. और तत्कालीन सामाजिक जीवन से कोई संबंध नहीं है. തത്കാലീന ഈ സൂർദാസ് ഈ രചന എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ കാലഘട്ടവും ആ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ മറ്റൊരു മായാ ലോകിൽ നിന്നുകൊണ്ടാണ് ആരെഴുതിയിരിക്കുന്നത്, സൂർദാസ് കൃഷ്ണലീലകളൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അന്ന് സൂർദാസ് ഇത് എഴുതുന്ന സമയത്ത് ജീവിക്കുന്ന ചുറ്റുപാടോ അപ്പോഴുള്ള സാമാജിക് രാജനീതിക് ധാർമ്മിക് പക്ഷമൊന്നും സൂർദാസിന്റെ രചനയിൽ വിഷയമായിട്ടില്ല. അതൊന്നും കാണാതെയാണ് സൂർദാസ് എന്ത് ചെയ്തിരിക്കുന്നത്, കൃഷ്ണനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പം മറ്റേ തുളസീദാസ് ആണെങ്കിലും മറ്റ് ഏതൊരു കവിയാണെങ്കിലും എന്ത് ചെയ്യും, അവർ മറ്റൊരു ഇതിഹാസ് അല്ലെങ്കിൽ ഒരു പൗരാണിക് പാത്രിനെ എടുത്ത് സാഹിത്യ രചന നടത്തുന്ന സമയത്ത് അവര് ഏത് സമയത്താണോ എഴുതുന്നത് അതിനെ ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് എപ്പോഴും എഴുതുന്നത്. പക്ഷെ സൂറ അതൊക്കെ മറന്നുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൃഷ്ണലീലയില് മാത്രം ഒതുങ്ങി നിന്നു. इसलिए कहा जाता है തുളസി के समान सूर में लोक संग्रह की भावना नहीं मिलती. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് ലോകസംഗ്രഹത്തിന്റെ ഭാവന തുളസി എന്തോരം കാണിച്ചോ അത്രയും സൂറിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന്. നന്ദദാസ്, മീരാഭായി, റസ്ഗാൻ ആദി ഇസ് ധാരാ के अन्य प्रमुख कवि है. സൂർദാസ് അല്ലാതെ റസ്ഗാൻ, മീരാഭായി, നന്ദദാസ് അവരൊക്കെയാണ് കൃഷ്ണഭക്തി ശാഖയിൽ വരുന്ന മറ്റ് പ്രമുഖരായ കവികൾ. मॉड्यूल 4 है
रीतिकाल और उत्तर मध्यकाल। सामान्यतः 1700 से 1900 तक के काल को हिंदी साहित्य में रीतिकाल के नाम से अभिहित किया जाता है. 1700 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തെയാണ് ഹിന്ദി സാഹിത്യത്തിന്റെ രീതികാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഭക്തികാലത്തിന് ശേഷം വരുന്ന കാലഘട്ടം हिंदी साहित्यത്തിൽ അറിയപ്പെടുന്നത് रीतिकाल എന്നാണ്. अपने शुद्ध रूप में रीतिकालीन कविता ना तो धार्मिक प्रचार अथवा भक्ति के माध्यम थी और ना ही सामाजिक सुधार और राजनीतिक प्रचार से संबंधित थी. അതായത് നമ്മൾ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ രീതികാലീന കവിത എന്ന് പറയുന്നത് രീതികാലീന കവിതയിൽ ധാർമ്മിക് പ്രചാർ നാ കർത്തേത്, അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ രീതികാലീന സാഹിത്യത്തിലൂടെ എന്താണ് ധാർമ്മിക് പ്രചാർ അതിന്റെ ലക്ഷ്യമായിരുന്നില്ല. മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക രീതികാലീന കവിതയുടെ ഒരു ലക്ഷ്യമായിരുന്നില്ല. യാ ഭക്തിക്ക് മാധ്യം തീ, അതായത് എന്തുമായിരുന്നില്ല, ഒരു ഭക്തിയുടെ ഒരു മാർഗവും അല്ലായിരുന്നു, അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു മാർഗവും അല്ലായിരുന്നു രീതികാലീന കവിത. और ना ही सामाजिक सुधार अथवा राजनीतिक प्रचार, സാമൂഹികമായിട്ടുള്ള പരിഷ്കരണമല്ലായിരുന്നു കാവ്യത്തിന്റെ ലക്ഷ്യം. അതേപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പുതിയ ചേതന, പുതിയ ആളുകളിൽ പുതിയ മാറ്റം ഉണ്ടാക്കുക, ഇതൊന്നും രീതികാലീന കവിതയുടെ പ്രത്യേകത അല്ലായിരുന്നു. അപ്പം എന്താണ് രീതികാലീന കവിത എന്നല്ല പറഞ്ഞത്, എന്താണ് രീതികാലീന കവിതയുടെ ലക്ഷ്യം അല്ലാതിരുന്നത്. അതായത് ഇതൊന്നും രീതികാലീന കവിതയുടെ ലക്ഷ്യമായിരുന്നില്ല. സാമൂഹിക പരിഷ്കരണമോ മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രചരണമോ രാഷ്ട്രീയപരമായിട്ടുള്ള പുതിയ ഉണർവ് കൊടുക്കലോ ഇതൊന്നും രീതികാലീന കവിതയ്ക്ക് വിഷയമായിരുന്നില്ല. പിന്നെ എന്താണ് രീതികാലീന കവിത എന്ന് നമുക്ക് നോക്കാം. रीतिकाल की समय सीमा मोटे तौर पर शाहजहां के वैभवपूर्ण शासन की समाप्ति और औरंगजेब के प्रभावपूर्ण शासन के आरंभ से लेकर प्रथम स्वाधीनता संग्राम तक का समय है. രീതികാലീന സാഹിത്യത്തിന്റെ സമയം എന്ന് പറയുന്നത് ഷാജഹാന്റെ ആ ഒരു ശാസനം, അത് ഷാജഹാൻ ഭരണത്തിലിരിക്കുന്ന ആ പ്രൗഢമായ ആ കാലഘട്ടം അങ്ങ് തുടങ്ങി ഔറംഗസേബിന്റെ ശാസൻ വരുന്നു. ലാസ്റ്റ് എന്ത് വരുന്നു, ഷാജഹാൻ മാറുന്നു. അങ്ങനെ ആ ഭരണം കൈമാറി ഔറംഗസേബിലേക്ക് എത്തുന്നു. പിന്നീട് അതങ്ങ് നീങ്ങി എന്താണ് പ്രഥം സ്വാധീനതാ സംഗ്രാം തക്, ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു കാലഘട്ടമാണ് രീതികാലീന സാഹിത്യം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ രീതികാലീന സാഹിത്യത്തിന് സാമൂഹിക പരിഷ്കരണമോ മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രചരണമോ ഒന്നും തന്നെ ലക്ഷ്യമില്ല. പിന്നെ എന്താണ് രീതികാലീന കാവ്യങ്ങൾ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് നോക്കാം. राजनीतिक दृष्टि से रीतिकाल मुगलों के शासन वैभव के चरमोत्कर्ष के साथ ही उत्तरोत्तर ह्रास का काल भी है. അതായത് രാജനീതിക് ദൃഷ്ടി സെ, അതായത് ഭരണപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മുഗളോം കെ ശാസൻ ഒക്കെ വൈഭവ്, അതായത് മുഗളന്മാര്, അതായത് ഷാജഹാനൊക്കെ വളരെ വൈഭവമായിട്ട് വളരെ സമൃദ്ധിയോടുകൂടി മുഗൾ ഭരണം കൊണ്ടുപോയിരുന്നു. അതിന്റെ ഏറ്റവും മുഗൾ ഭരണത്തിന്റെ ഏറ്റവും ചരമോത്കർഷ, അതിന്റെ ഏറ്റവും ഔന്നത്യത്തില് ചെല്ലുന്നു. അതായത് മുഗൾ ശാസൻ അതിന്റെ ഏറ്റവും ഹൈ പീക്കിൽ എത്തി നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം ഈ രീതികാല സമയത്ത് നമുക്ക് എന്തും കാണാൻ പറ്റും, മുഗൾ ശാസന്റെ പതൻ കൂടി കാണാൻ പറ്റുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രാജനീതിക് ദൃഷ്ടി സേ ദേഖേ ജായേത്തോ, അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മുഗളന്മാരുടെ വലിയൊരു മീൻസ് അവരുടെ വലിയൊരു വിജയവും അതിനോടുകൂടി അവരുടെ ഒരു പതനവും കണ്ട ഒരു സമയമാണ് रीतिकाल എന്ന് പറയുന്നത്. ഷാജഹാൻ കി ശാസൻ മേം മുഗൾ വൈഭവ് അപ്നി ചരം സീമ पर थी. അത് ഷാജഹാൻ മുഗൾ ശാസനിൽ ഷാജഹാൻ വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്, മുഗൾ ശാസന്റെ മുഗൾ ഭരണത്തിന്റെ ഏറ്റവും എന്താണ് ഏറ്റവും ഹൈ പീക്കിലായിരുന്നു. കാരണം ഭരണം അത്രയും എന്താണ് വിജയകരമായി അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആർക്ക് സാധിച്ചിരുന്നു, ഷാജഹാന് സാധിച്ചിരുന്നു. പക്ഷെ ഷാജഹാന് ശേഷം വന്ന മുഗൾ തലമുറകളിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റിയില്ല,
അതേ രീതിയിൽ ഭരണം കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഒരേ സമയം രീതികാലീന സമയത്തില് മുഗൾ രാജവംശത്തിന്റെ വിജയവും അല്ലെങ്കിൽ അതിന്റെ വിജയത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ എത്തുന്നതും അവിടുന്ന് പതനം സംഭവിക്കുന്നതും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ഷാജഹാൻ കെ ബാദ് അശാന്തി കാ ദൗർ ശുരു ഹുവ. ഷാജഹാൻ നല്ല രീതിയിലാണ് മുഗൾ ഭരണം കൊണ്ടുപോയത്. അതിനുശേഷം ആളുകളുടെ ഇടയിൽ എന്ത് വരാൻ തുടങ്ങി, ഡിസപ്പോയിന്റ്മെന്റ്സ് വരാൻ തുടങ്ങി. ആളുകൾ പതിയെ മുഗൾ ഭരണത്തിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. अंग्रेजों का शासन शुरू होने पर मुगलों के विलासिता के समय का भी अंत हो गया. അതിനോടൊപ്പം എന്തും ആരംഭിക്കുന്നുണ്ട്. ഈ രീതികാലീന സമയത്തിൽ തന്നെ അംഗ്രേസി ഭരണം, അതായത് ഇംഗ്ലീഷുകാരുടെ ഭരണവും ആരംഭിക്കുന്നതോടുകൂടി മുഗളന്മാര് അല്ലെങ്കിൽ മുഗൾ ഭരണകൂടം ഒന്നും കൂടി എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? വിലാസിത, ആഡംബരപ്രിയരായി മാറുന്നു. അവരവരുടെ രാജാക്കന്മാരെ ഏത് വഴിക്ക് തിരിയുന്നു? അവരവരുടേതായ വിലാസിത, എന്റർടൈൻമെന്റ്, അവരുടേതായിട്ടുള്ള എൻജോയ്മെന്റിന്റെ മേഖലയിലേക്ക് അവർ തിരിയുന്നു. അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ ശാരീരിക और लौकिक सुख के लिए उन्होंने अपनी शासन का दुरुपयोग करने लगे. അപ്പം രീതികാലീന കവിതയില് ഇതാണ് വിഷയം. അതായത് വിലാസിതയില് മുഴുകി ജീവിക്കുന്ന രാജാക്കന്മാരെ എന്ത് ചെയ്യുക? അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹിത്യമാണ് ഈ 1700 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ കാവ്യങ്ങൾ അല്ലെങ്കിൽ ആ കവിതകളുടെ ലക്ഷ്യം സാമൂഹിക പരിഷ്കരണമോ ധാർമ്മിക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കലോ രാജനീതി, അതായത് ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും പുതിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുക്കലോ ഒന്നും രീതികാലീന കവിതയുടെ വിഷയമല്ലായിരുന്നു. മറിച്ച് വിലാസിത, അതായത് രാജാക്കന്മാര് അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി എന്തുപയോഗിച്ചിരുന്നു? കവിതയെ മാധ്യമമാക്കിയിരുന്നു, അല്ലെങ്കിൽ സാഹിത്യത്തെ മാധ്യമമാക്കിയിരുന്നു. രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന ദർബാരി കവികള്, അവരുടെ ആശ്രയത്തിൽ ജീവിച്ചിരുന്ന ദർബാരി കവികള് രാജാവിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു? സാഹിത്യത്തെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സാഹിത്യത്തിനെല്ലാം രീതികാലീന കവിത എന്ന് പറയുന്നു. വിലാസിത, അതേപോലെ തന്നെ ലാക്ഷണിക ഗ്രന്ഥം കാ നിർമ്മാൺ, അതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും എഴുതപ്പെട്ടിരുന്നത്. സാമാജിക് ദൃഷ്ടി സെ रीतिकाल को घोर अधपतन का युग कहा जाता है. ഒരു സാമൂഹ്യപരമായിട്ടൊരു ദൃഷ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രീതികാൽ എന്ന് പറയുന്നത് ഒരു അധപ്പതന്റെ കാലഘട്ടമായിരുന്നു. സാമൂഹ്യമായിട്ട് യാതൊരു നേട്ടമോ മെച്ചമോ ഒന്നും തന്നെ എന്ത് വന്നതോടുകൂടി സാഹിത്യത്തിലെ രീതികാല് വന്നതുകൊണ്ട് ആർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമാജിക് ദൃഷ്ടി से अगर देखे जाए तो रीतिकाल जो है घोर अंधकार या घोर पतन या घोर ह्रास का समय माना जाता है. और सामंतवादी प्रभाव चारों ओर था. बादशाह, अमीर और सामंत को खुश करने के लिए सेठ, साहूकार, व्यापारी, श्रमिक, किसान आदि का शोषण करते थे. അതായത് രാജാക്കന്മാര്, ബാദ്ഷാഹ്, അതേപോലെ തന്നെ സാമന്തി വർഗങ്ങള് എന്ത് ചെയ്തിരുന്നു? സാധാരണക്കാരായുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിരുന്നു. കാരണം നല്ല രീതിയിൽ ഷാജഹാൻ ഭരണം കൊണ്ടുപോയതുപോലെ നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകാൻ പിന്നീട് വന്ന മുഗൾ ഭരണകൂടത്തിലെ ആർക്കും തന്നെ സാധിച്ചില്ല. അവരൊക്കെ എന്ത് ചെയ്തു? അവർ കൂടുതലും വിലാസിതയിൽ, അവരുടെ ശാരീരിക സുഖം അല്ലെങ്കിൽ അവരുടെ ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഭരണം നല്ല രീതിയിലല്ല, മറിച്ച് അവരുടെ രാജനീതിക് കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഇവര് ചെയ്തിരുന്നത്. അകാൽ ഓർ ഭൂക്ക് സെ ജനത പീഡിതി. സ്വാഭാവികമായിട്ടും ഭരണകൂടം അല്ലെങ്കിൽ രാജനീതിക് ഭരണപക്ഷത്തിലിരിക്കുന്ന രാജാക്കന്മാർ കൂടുതലും വിലാസിതയിൽ മുഴുകി ജീവിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും അത് ബാധിക്കും. അങ്ങനെ അവരിലും എന്ത് വന്നു? അകാല്, അതായത് ക്ഷാമം, അതേപോലെ തന്നെ ഭൂക്ക്, വിശപ്പ്, അങ്ങനെ മൊത്തത്തില് ഒരു പതന്റെ സമയമായിരുന്നു. സാമാജിക് ദൃഷ്ടി സെ ദേഖേ ജായേ തോ യേ ബഡാ ഘോർ പതൻ കാ സമയ് ഥാ. और नारी के प्रति भोग विलास की दृष्टि प्रधान थी. അത് സ്ത്രീകളോടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഭോഗ് പരക്തേ, അതായത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതിനുശേഷം
എറിഞ്ഞു കളയാനുള്ള ഒരു ഉപാധിയായിട്ടായിരുന്നു ആരെ കണ്ടിരുന്നത്? സ്ത്രീ ദേഹം അല്ലെങ്കിൽ നാരിയെ കണ്ടിരുന്നത്. അതായത് രാജാക്കന്മാരുടെ ഭോഗവിലാസിനുള്ള ഒരു മാധ്യമമായിരുന്നു ആരെ? സ്ത്രീ. रीतिकालीन समय संस्कृति और सभ्यता की दृष्टि से ह्रास का युग है. അതായത് സാമാജിക് ദൃഷ്ടിസെ നമ്മൾ പറഞ്ഞു സാമൂഹികപരമായി നോക്കുകയാണെങ്കിൽ ഒരു പതനമാണ്. അതേപോലെ സാംസ്കൃതിക് ദൃഷ്ടിസെ ബി യെ പതൻ കാ സമയ ഥാ. സാംസ്കൃതിക് മാനെ കൾച്ചറൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ नैतिक बंधन धीरे पट गए थे और दिन ब दिन बौद्धिक ह्रास भी हो रहा था. അതായത് ഒരു അവിടെ ഒന്നും നീതിക്കോ ന്യായത്തിനോ ഒന്നും ഈ കാലഘട്ടത്തിൽ എന്ത് ലഭിച്ചിരുന്നില്ല? യാതൊരു അംഗീകാരവും ലഭിച്ചിരുന്നില്ല. അന്യായമായിരുന്നു ചുറ്റും നടന്നിരുന്നത്. ദിൻ ബ ദിൻ ബൗദ്ധിക് ह्रास भी हो रहा था. അതായത് ഭൗതിക തലം അല്ലെങ്കിൽ ബൗദ്ധിക് പക്ഷ भी दिन ब दिन ह्रास होते जा रहे थे. इस युग में अंधविश्वासों, रूढ़ियों और बाह्याडंबरों ने धर्म का स्थान ग्रहण कर लिया. ഈ കാലഘട്ടത്തിൽ മതം എന്ന് പറയുന്നത് എന്തായി മാറി? ധർമ്മം എന്ന് പറയുന്നത്, റിലീജിയൻ എന്ന് പറയുന്നത് ആഡംബരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഒരു മേഖലയായി മാറി. മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്തു? ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ പേരിൽ എന്ത് ചെയ്തിരുന്നു? ചൂഷണം ചെയ്തിരുന്നു. सांस्कृतिक दृष्टि से इस युग समृद्ध हो रहा था क्योंकि साहित्य और कलाओं की राजाओं का प्रश्रय प्राप्त था. പക്ഷെ മറ്റൊരു ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ സാഹിത്യത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാർക്ക് വലിയൊരു സ്ഥാനം സമൂഹത്തിൽ ലഭിച്ചിരുന്നു. കാരണം രാജാക്കന്മാരുടെ ഭോഗവിലാസം അല്ലെങ്കിൽ രാജാക്കന്മാരുടെ എന്റർടൈൻമെന്റിനുള്ള വലിയൊരു മാധ്യമമായിരുന്നു ഈ ദർബാരി കവികളൊക്കെ. രാജാവിനെ എന്ത് ചെയ്യാൻ വേണ്ടി, രാജാവിനെ കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസവും പുതിയ പുതിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ സാഹിത്യം എഴുതപ്പെടേണ്ടി വന്നിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ നല്ല രീതിയിൽ എഴുതുന്ന കവികൾക്ക് എന്ത് ചെയ്തിരുന്നു? എന്ത് തന്നെയാണ് കൊടുത്തിരുന്നത്? നല്ല രീതിയിലുള്ള സമ്മാനങ്ങളും അതേപോലെ പണം ഒക്കെ കൊടുത്തിരുന്നു. അത് കാരണം എന്ത് ചെയ്തിരുന്നു? കവികളൊക്കെ മത്സരിച്ച് സാഹിത്യം അല്ലെങ്കിൽ കവിത എഴുതിയിരുന്നു. അതുകൊണ്ട് കവിതാ സാഹിത്യം, ചിത്രകല അതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കാലഘട്ടത്തിൽ അവർക്കൊക്കെ രാജാക്കന്മാര് വലിയ സ്ഥാനം കൊടുത്തിരുന്നു. അവരുടെ സാഹിത്യത്തെയും അവരുടെ കലയെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇവരുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ അറിയാതെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സാഹിത്യം വളർന്നിട്ടുണ്ട്. രീതികാൽ की प्रमुख പ്രവർത്തിയ, രീതികാലത്തിൽ എഴുതപ്പെട്ട സാഹിത്യത്തിൽ പ്രത്യേകിച്ച് കണ്ടിരുന്ന വിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന്. रीति निरूपण इसके प्रमुख प्रवृत्ति रहे और दूसरा श्रृंगारिकता और आलंकारिकता, भक्ति और नीति, ब्रजभाषा की प्रधानता, आलंबन रूप में प्रकृति चित्रण, रीतिमुक्त कविता आदि रीतिकाल की प्रमुख പ്രവൃത്തിയാം രഹി. രീതി നിരൂപണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തില് വലിയ അളവില് രീതി അല്ലെങ്കിൽ കാവ്യാങ്കിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു രീതി കാവ്യത്തിന്റെ ഓരോ പക്ഷത്തെയും കുറിച്ചുള്ള ലാക്ഷണിക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരുന്നു. അത് ഒരേ സമയം ആസ്വാദകര് അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ആളുകൾക്ക് അറിവും അതിനോടൊപ്പം എന്തും കൊടുത്തിരുന്നു? എന്റർടൈൻമെന്റും കൊടുക്കുന്ന തരത്തില് രീതി നിരൂപണ ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിൽ വലിയ അളവിൽ എഴുതപ്പെട്ടിരുന്നു. ശൃംഗാരികത, അതായത് രീതികാലീന കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശൃംഗാർ ഇസ്കി കേന്ദ്രമേത്തെ, ശൃംഗാർ എന്ന് പറയുന്നതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. और उसके साथ ही साथ आलंकारिकता, അതായത് इस काल में अलंकार साधन से साध्य बन गया. ഈ കാലഘട്ടത്തിൽ അലങ്കാർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാവ്യത്തിന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ആലങ്കാരികതയായി മാറി.
अलंकार शास्त्र ज्ञान के बिना इस काल में कवि को सम्मान प्राप्त नहीं होता था. ഈ കാലഘട്ടത്തില് കവിക്ക് എന്ത് അലങ്കാര ശാസ്ത്രത്തെ കുറിച്ച് ഒരു അറിവില്ലെങ്കിൽ കവിതയെ എഴുതാൻ സാധിക്കില്ല എന്ന രീതിയിലായി കാര്യങ്ങൾ മാറി. അലങ്കാരം എന്ന് പറയുന്നത് എന്താണ്, ആദ്യകാലത്ത് അതെന്ത് മാത്രമായിരുന്നു, കവിതയെ പോഷിപ്പിക്കാനുള്ള ഒരു സാധനം മാത്രമായിരുന്നു. പക്ഷെ വന്ന് രീതികാലീന സമയമായപ്പോഴേക്കും അതെന്ന് പറയുന്നത്, അലങ്കാരം എന്ന് പറയുന്നത് കവിതയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ആയി മാറി. അലങ്കാര ശാസ്ത്രത്തിന്റെ അറിവില്ലാതെ, അലങ്കാരനെ ഉപയോഗിക്കാതെ എന്തെഴുതാൻ പറ്റില്ല, കവിതയെ എഴുതാൻ പറ്റില്ല എന്ന രീതിയിൽ രീതികാലത്തില് പ്രവൃത്തികൾ മാറി. ഭക്തി ഓർ നീതി, അതായത് ഭക്തികാലം കഴിഞ്ഞിട്ടാണ് രീതികാലം വരുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇവിടെ ചുറ്റോട് ചുറ്റും രീതി നിരൂപണ ഗ്രന്ഥങ്ങളും അലങ്കാരും ശൃംഗാരൊക്കെ എഴുതുമ്പോഴും ചെറിയ അളവില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭക്തിയും നീതിപരക്കായിട്ടുള്ള കാവ്യങ്ങളും രചനകളും നടന്നിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അങ്ങനെ ചിലയിടത്ത് വളരെ ചെറിയ അളവില് എന്തെഴുതിയിട്ടുണ്ട്, ഭക്തിയും നീതിപ്രധാനായിട്ടുള്ള കാവ്യങ്ങൾ എഴുതിയതായിട്ട് ലഭിക്കുന്നുണ്ട്. और ബ്രജ്ഭാഷ की പ്രധാനത, അതിനോടൊപ്പം തന്നെ ഈ രീതി കാവ്യങ്ങൾ കൂടുതൽ എഴുതപ്പെട്ടിരുന്നത് ബ്രജഭാഷയിലായിരുന്നു. പിന്നെ ആലംബൻ രൂപമേ പ്രകൃതി കാ ചിത്രണം, അതായത് നായക് നായികയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ മാനസിക ദശയെ കാണിക്കാൻ വേണ്ടി പ്രകൃതിയെ എന്തായിട്ട് ഉപയോഗിച്ചു, ഒരു ആലംബൻ, ഇവരുടെ സ്ത്രീ പുരുഷന്റെ എന്താണ് മാനസികാവസ്ഥ വർണ്ണിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കി ആര് ഉപയോഗിച്ചിരുന്നു, പ്രകൃതിയെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ലാസ്റ്റത്തെ എന്താണ്, രീതിമുക്ത കവിത, ഇതൊന്നും അല്ലാതെ രീതി വിശേഷതകൾ വരുന്ന കവിത ഒരു വഴിക്ക് പോകുമ്പോൾ ഇതിനെ എതിർത്ത് ഇതൊന്നും ബാധിക്കാതെ എഴുതുന്ന ഒരു ധാരയും കൂടി ഉണ്ടായിരുന്നു, രീതിമുക്ത കവിത. രീതിബദ്ധ കവിതയിൽ എന്താണോ എഴുതിയിരുന്നത് അതിനെയൊക്കെ എതിർത്തുകൊണ്ട്, അതിനെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് രീതി നിരൂപണ ഗ്രന്ഥങ്ങളൊന്നും എഴുതാതെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടും ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വേറെ വഴിക്ക് സാഹിത്യം എഴുതിയിരുന്ന ഒരു ധാര കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനെയാണ് രീതിമുക്ത കവിത എന്ന് പറയുന്നത്. അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കവിതയിൽ നിന്ന് എന്തിനെ ഒഴിവാക്കി നിർത്തി, രീതിയുടെ പ്രവൃത്തികളൊക്കെ ഒഴിവാക്കി നിർത്തിയിരുന്നു. രീതികാൽ में मुख्य रूप से 3 ധാരായും, അതായത് കവിത അല്ലെങ്കിൽ കവികൾ, രീതികാലിന കവി അല്ലെങ്കിൽ രീതികാലിന കവിത മുഖ്യമായും 3 കൈവഴിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. 1 രീതിബദ്ധ, 2 രീതി സിദ്ധ, 3 രീതി മുക്ത് എന്ന് പറയുന്നത്. रीतिबद्ध काव्यधारा में रस, अलंकार, छंद आदि पर रीति निरूपण ग्रंथ अर्थात लक्षण ग्रंथों की रचना हुई. वे कवि आचार्य कहलाए जिनका उद्देश्य कवि शिक्षा था. അതായത് രീതിബദ്ധ കവികൾ അല്ലെങ്കിൽ രീതിബദ്ധ സാഹിത്യ രീതിബദ്ധ കവികൾ എന്നാ പറയുന്നത്. രീതിബദ്ധ കവികൾ എന്ന് പറഞ്ഞത് അവരെന്താ എഴുതുന്നത്, എന്താണ് ഛന്ദ്, എന്താണ് അലങ്കാര, എന്താണ് രസ്, അങ്ങനെയുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തും. അത് അവർ റെഫർ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, സംസ്കൃതത്തിലെ കാവ്യശാസ്ത്രത്തിൽ നിന്നായിരിക്കും. എങ്ങനെയാണ് രസ് ഉപയോഗിക്കുക, എങ്ങനെയാണ് സാഹിത്യത്തിൽ ഛന്ദ് കൊണ്ടുവരിക, അലങ്കാരം കൊണ്ടുവരിക, കാവ്യന്റെ അംഗമാണ് ഇതൊക്കെ. രസ്, ഛന്ദ്, അലങ്കാർ, അതിനെ കുറിച്ചുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രന്ഥം ഇറക്കുക എന്നതായിരുന്നു ആരുടെ ജോലി, രീതിബദ്ധ കവികൾ ചെയ്തിരുന്നത്. അപ്പൊ അവരെന്ന് പറയുന്ന ഒരേ സമയം ഉനേക്കാ കഹാജാത ഉനെ ആചാര്യ കെഹലായ, അവർ കവി എന്നല്ല അവരെ പറഞ്ഞിരുന്നത്, ആചാര്യർ എന്നാ പറഞ്ഞിരുന്നത്. കാരണം കവികൾക്ക് എന്ത് കൊടുക്കുക എന്നത്, ശിക്ഷ കൊടുക്കുക എന്നതായിരുന്നു ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ കാവ്യത്തിന്റെ ഓരോ അങ്കിനെയും പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു. അതിനെയാണ് ലക്ഷണ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ രീതി നിരൂപണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഒരു വിഭാഗത്തില് രീതികാലീന സമയത്തിലുണ്ടായിരുന്ന കവികള് എന്താ ചെയ്തിരുന്നത്, രീതിബദ്ധ കവികൾ എന്നറിയപ്പെട്ടിരുന്നു. അവരെന്താണ് ചെയ്തിരുന്നത്, കാവ്യാങ്കിനെ പരിചയപ്പെടുത്തി അതിന്റെ ഉദാഹരണങ്ങൾ കൊടുത്ത് എങ്ങനെയാണ് രസ, അലങ്കാര, ഛന്ദ് ആദിയായിട്ടുള്ള കാവ്യാംഗങ്ങൾ ഉപയോഗിക്കുക എന്നതിനുള്ള അറിവ് പകർന്നു കൊടുക്കുന്ന ജോലിയാണ് രീതിബദ്ധ കവികൾ ചെയ്തിരുന്നത്. അവര് ഒരേ സമയം അവർ കവികളുമാണ്, എന്നാൽ അതിനേക്കാൾ കവി എന്നതിനേക്കാൾ ഉപരി അവരൊരു ആചാര്യന്റെ ശ്രേണിയായിരുന്നു, ഒരു വിദ്യ കൊടുക്കുന്ന ആളുടെ ഒരു ശ്രേണിയായിരുന്നു ആർക്ക്, രീതിബദ്ധ കവികൾക്ക് കിട്ടിയിരുന്നത്. അടുത്തത്
इनके अलावा കേശവദാസ് इस परंपरा के प्रवर्तक माने जाता है. ആചാര്യ കേശവദാസ് ആണ് രീതിബദ്ധ കവിയിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി. उनके अलावा मतीराम, भूषण, भिखारीदास, ग्वाल, पद्मागर, रसलीन इस धारा के प्रमुख कवि है. തീർച്ചയായും രീതിബദ്ധ കവികൾ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം അവർ കൂടുതലും ആചാര്യന്റെ ശ്രേണിയിലാണ് വരുന്നത്. അവരുടെ പേര് പഠിച്ചിരിക്കണം. അതേപോലെ ഇനി രീതി സിദ്ധ കവികൾ എന്താന്ന് നോക്കിക്കോ. रीति सिद्ध कवियों ने रीति निरूपण में संस्कृत काव्यशास्त्र को आधार बनाया. रीति सिद्ध कवियों ने रीति निरूपण संबंधी लक्षण ग्रंथों नहीं लिखे, किंतु लक्षण ग्रंथों के आधार पर आकृष्ट रचनाएं की. അതായത് രീതി സിദ്ധ കവികൾ എന്താ ചെയ്തത്, അവര് മറ്റേ രീതിബദ്ധ കവികൾ എഴുതിയ പോലെ നിയമങ്ങളും അങ്ങനെ ലക്ഷണ ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ എഴുതിയിരുന്നില്ല. മറിച്ച് അവരെന്താ ചെയ്ത അതിനെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്നു ഇവര്. ലക്ഷണ ഗ്രന്ഥങ്ങളും സംസ്കൃതത്തിൽ നിന്ന് കിട്ടുന്ന ലക്ഷണ ഗ്രന്ഥങ്ങളും രീതികാലീന സമയത്തിൽ തന്നെ എഴുതപ്പെട്ടിരുന്ന ലാക്ഷണിക ഗ്രന്ഥങ്ങളും രീതി നിരൂപണ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് കാവ്യാങ്കിന്റെ ഓരോ നിയമങ്ങളും നിയമവശങ്ങളും അതിനുപയോഗിക്കേണ്ട രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരത് എന്തിനുപയോഗിക്കും, തൻ്റെ കവിതയിൽ അത് അപ്ലൈ ചെയ്യും. ആ മെത്തേഡ് അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി അതിനെ സ്വായത്തമാക്കിയിട്ട് തൻ്റെ കവിതയിലൂടെ അതിനെ എന്ത് ചെയ്യും, തൻ്റെ കവിതയെ ഒന്നും കൂടി സുന്ദരമാക്കാൻ ശ്രമിക്കും. പക്ഷെ അവരെന്ത് എഴുതില്ല, ആചാര്യന്മാരെ പോലെ രീതി നിരൂപണ ഗ്രന്ഥങ്ങളോ ലാക്ഷണിക ഗ്രന്ഥങ്ങളോ അങ്ങനെ ഒന്നും തന്നെ എഴുതില്ല. കാവ്യശാസ്ത്രീയ ഗ്രന്ഥങ്ങളല്ല എഴുതുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ സ്വായത്തമാക്കിക്കൊണ്ട് അതിനെ സാംശീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് എന്തെഴുതും, സ്വന്തമായി കവിതകളും രീതികാലീന കാവ്യങ്ങൾ എഴുതിയിരുന്ന വിഭാഗത്തിനെയാണ് രീതി സിദ്ധ കവികൾ എന്ന് പറയുന്നത്. സിദ്ധ കവികൾ എന്ത് ചെയ്യില്ല, ലക്ഷണ നിരൂപണ ഗ്രന്ഥങ്ങളൊന്നും എഴുതില്ല. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം എന്ത് ചെയ്യും, സാഹിത്യം അല്ലെങ്കിൽ സ്വയം കവിത എഴുതിയിരുന്നു. ബിഹാരി ഇസ് ധാര കെ സർവശ്രേഷ്ഠ കവി ഹെ. ഈ ധാരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കവി എന്ന് പറയുന്നത് ബിഹാരിയാണ്. പക്ഷെ രീതി സിദ്ധ കാവ്യം എഴുതുക അല്ലെങ്കിൽ രീതി സിദ്ധ കവി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം രീതി നിരൂപണ ഗ്രന്ഥം ഒരു പക്ഷേ സംസ്കൃത കാവ്യശാസ്ത്രത്തിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് ഒരു പക്ഷേ എഴുതാൻ പറ്റും. പക്ഷേ രീതി സിദ്ധ കവികൾ എന്ന് പറയുന്നത് അതിന് പ്രത്യേകം സിദ്ധി ലഭിച്ച ബിഹാരിയെ പോലെയുള്ള ആളുകൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രീതി സിദ്ധ കവിയിൽ എടുത്തു പറയുന്ന ഒരു പേര് അധികം ആളുകൾ വരില്ല. അതിൽ വരുന്ന ഒരു പേരെന്ന് പറയുന്നത് ആരുടെയാണ്, ബിഹാരിയുടേതാണ്. അടുത്തത് രീതി മുക്ത ധാര. रीति मुक्त काव्यधारा के कवियों ने काव्य लक्षणों से अलग ആത്മാനുഭൂതി പരക് സ്വച്ഛന്ദ കാവ്യധാര ബി കഹാ ജാതാ ഹെ. രീതി മുക്ത കാവ്യധാരയിലെ കവികൾ കാവ്യലക്ഷണങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് അവർ സ്വച്ഛന്ദായിട്ട് അവർ ഫ്രീ ആയിട്ട്, അതായത് രീതിബദ്ധ ആയിട്ടുള്ള കവികൾ എഴുതിയിരുന്ന ലാക്ഷണിക ഗ്രന്ഥങ്ങളോ കാവ്യശാസ്ത്ര ഗ്രന്ഥത്തിലോ പറഞ്ഞ കാര്യങ്ങളൊന്നും വകവെക്കാതെ അതൊന്നും കാര്യമാക്കാതെ അവരുടെ അനുഭൂതി പരക് അവരുടെ അനുഭൂതി പക്ഷത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് സ്വച്ഛന്ദായിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അവരെന്ത് ചെയ്യും, സാഹിത്യം എഴുതുക. അവരെന്തിനെ കുറിച്ച് കെയർഫുൾ അല്ല. അവരൊരിക്കലും ലാക്ഷണിക ഗ്രന്ഥം ഇങ്ങനെ പറയുന്നു, കാവ്യാങ്ക് ഇങ്ങനെ കാവ്യാങ്കിന്റെ പ്രയോഗം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള റൂൾസ് ഒന്നും ശ്രദ്ധിക്കാതെ അവർ സ്വച്ഛന്ദായിട്ട് ഫ്രീ ആയിട്ട് അവരുടെ എന്താണോ ഉള്ളിൽ തോന്നുന്നത് അത് എഴുതും. അപ്പം ലക്ഷണ ഗ്രന്ഥങ്ങൾക്കും രീതി ഗ്രന്ഥങ്ങളെ ഒന്നും പഠിച്ചിട്ടല്ല അവരെന്ത് എഴുതുന്നത്, കാവ്യം എഴുതിയിരുന്നത്. അവരെയാണ് രീതി മുക്ത കവികൾ എന്ന് പറഞ്ഞിരുന്നത്. ഘനാനന്ദ് ഇസ് ധാര കെ സർവശ്രേഷ്ഠ കവി ഹെ. ഘനാനന്ദാണ് ഈ ധാരയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കവി. എന്തിനെ കുറിച്ച് ബോധേഡല്ല, കാവ്യാങ്കിനെ കുറിച്ചോ ലാക്ഷണിക ഗ്രന്ഥങ്ങളെ കുറിച്ചോ ഒന്നും ബോധേഡല്ല. അവരെഴുതുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നു. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, ഒരു ലാക്ഷണിക ഗ്രന്ഥങ്ങളെയും അവർ റെഫർ ചെയ്യില്ല. ആലം, ബോധ, ഠാക്കൂർ ആദി അന്യ രീതിമുക്ത കവി ഹെ. ഘനാനന്ദ്, ആലം, ബോധ, ഠാക്കൂർ ഈ 4 പേരാണ് രീതിമുക്ത കവികളിൽ ശ്രദ്ധേയമായ വ്യക്തികൾ. रीतिकाल के प्रमुख कवि आचार्य केशवदास. रीतिकाल के रीतिबद्ध काव्य परंपरा की नींव डालने वाले. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു സബ്സെ പെഹലെ ആചാര്യ കേശവദാസ്. രീതിബദ്ധ്, രീതി സിദ്ധ്, രീതി മുക്ത് പഠിച്ചു. രീതിബദ്ധിലെ എന്താണ്, അതിനൊരു ബേസ് ഏറ്റവും അതായത് രീതികാലീന സാഹിത്യത്തിൽ അല്ലെങ്കിൽ രീതികാലീന രീതിബദ്ധ് കവികളുടെ എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കേശവദാസിൽ നിന്നാണ് തുടങ്ങുന്നത്. വീർഗാഥ വർണ്ണൻ
परंपरा को अपनाते हुए വീരസിംഹ ദേവചരിത് और ജഹാംഗീർ ജസ് ചന്ദ്രിക ലിഖി. അപ്പം ആദ്യ കാലഘട്ടത്തിൽ എന്താണ് എഴുതി, അല്ലെങ്കിൽ കേശവദാസ് വീരരസ പ്രധാനമായിട്ടുള്ള 2-3 രചനകൾ ആദ്യ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് വീരസിംഹദേവ ചരിത് और ജഹാംഗീർ ജസ് ചന്ദ്രിക, അതൊക്കെ വീരരസ പ്രധാനമായിട്ടുള്ള രചനകളാണ്. കേശവദാസ് ആദ്യ കാലഘട്ടത്തിൽ എന്ത് എഴുതിയിട്ടുണ്ട്, വീരരസ പ്രധാനമായിട്ടുള്ള രചനകൾ എഴുതിയിട്ടുണ്ട്. साथ ही कविप्रिय और रसिक प्रिय लिखकर रीति काव्य की परिपाटी का शुरुआत की. അപ്പം ആദ്യം വീരരസ പ്രധാനാണ് എഴുതിയിരുന്നത്, പക്ഷെ അതിന് ശേഷം പതിയെ പതിയെ രീതി നിരൂപണ ഗ്രന്ഥങ്ങളും രീതികാവ്യങ്ങളും എഴുതാൻ തുടങ്ങി. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് കവിപ്രിയ, രസികപ്രിയ എന്ന കാവ്യങ്ങളിലൂടെയാണ്. വീർസിംഹ ദേവചരിത്, ജഹാംഗീർ ജസ് ചന്ദ്രിക എന്ന് പറയുന്നത് കേശവദാസിന്റെ വീരരസ പ്രധാനമായിട്ടുള്ള രചനകളാണ്. അത് ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നീട് എന്ത് എഴുതാൻ തുടങ്ങി, രീതി പരക്കായിട്ടുള്ള കാവ്യങ്ങൾ എഴുതാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഒരു ശുരുവാത്ത്, അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ കവിപ്രിയ, രസികപ്രിയ എന്ന് പറഞ്ഞുള്ള കാവ്യത്തിലൂടെയാണ്. हिंदी साहित्य में केशव का आचार्य के रूप में जितना महत्व है उतना कवि के रूप में नहीं. അപ്പം കേശവദാസിനെ ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു അധ്യാപക്, ഒരു ശിക്ഷകൻ എന്ന ശ്രേണിയാണ് ഹിന്ദി സാഹിത്യം കൊടുക്കുന്നത്. മറിച്ച് ഒരു കവി എന്ന് കേശവദാസിനെ പറയുന്നത് കുറവാണ്. അതിൽ കൂടുതലും എന്താണ്, ആചാര്യ കേശവദാസ് എന്നാണ് പറയുന്നത്. കാരണം രീതിബദ്ധ കവിയാണ്. കാരണം എങ്ങനെയാണ് രീതി കാവ്യം എഴുതുക എന്ന് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗ്രന്ഥങ്ങളാണ് പിന്നീട് അങ്ങോട്ട് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കവി എന്നുള്ളൊരു ശ്രേണി എന്ത് ചെയ്യാറില്ല, ലഭിക്കാറില്ല. ഹിന്ദി സാഹിത്യമേ കേശവ് उन्होंने सभी रसों का वर्णन श्रृंगार रस के अधिष्ठित को आलंबन बनाकर दिया. केशव की रामचंद्रिका में मर्यादा पुरुषोत्तम राम का चरित्र वर्णित है. श्रृंगार रस കൂടുതൽ വലിയ അളവിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേശവദാസിന്റെ രാമചന്ദ്രിക എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കാവ്യമാണ്. രാമചന്ദ്രികയിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രീരാമന്റെ ചരിത്ര വർണ്ണനാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത്, രാമചന്ദ്രിക എന്ന് പറഞ്ഞിട്ടുള്ള കാവ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. रीतिकाल के अन्य प्रमुख कवि है चिंतामणि. चिंतामणि की प्रमुख रचनाएं हैं काव्य विवेक, कविकुल कल्पतरु, रसमंजरी, काव्य प्रकाश, पिंगल और रामायण. तो चिंतामणि के प्रमुख रचनाएं हैं. चिंतामणि के बारे में कहे तो वे कानपुर के निवासी रत्नाकर त्रिपाठी के पुत्र थे. കാൻപൂർ നിവാസിയായിരുന്ന രത്നാകർ ത്രിപാഠിയുടെ മകനായിരുന്നു. ഭൂഷൺ, മത്തിറാം और ജടാശങ്കർ ये तीनों उनके भाई थे. അതായത് ചിന്താമണി, ഭൂഷൺ, മത്തിറാം, ജടാശങ്കർ, ഇവരൊക്കെ ഭൂഷൺ എന്ന് പറയുന്നതും മത്തിറാം എന്ന് പറയുന്നതൊക്കെ രീതികാലത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള കവികളാണ്. ഈ ഭൂഷണിന്റെയും മത്തിറാമിന്റെയും ജടാശങ്കർ, ഈ 3 പേരായിരുന്നു ചിന്താമണിയുടെ സഹോദരങ്ങൾ. ഇവര് 3 പേരിൽ 2 പേര് ഭൂഷണും മത്തിറാമും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രീതികാലത്തിൽ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള രചനകൾ എഴുതി അവരെന്തായിട്ടുണ്ട്, പോപ്പുലറായി മാറിയിട്ടുണ്ട്. और ചിന്താമണി के 6 ग्रंथों का उल्लेख मिलता है. 4 ഗ്രന്ഥങ്ങളാണ് എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. ആചാര്യ കർമ്മ കെ സാത്ത് സാത്ത് ഉൻകെ കവി കർമ്മ ബി മഹത്വപൂർണ്ണ ഹെ. അദ്ദേഹം കേശവദാസിനെ നമ്മ പറഞ്ഞു ആചാര്യ എന്നാണ് വിളിക്കുന്നത്. ചിന്താമണിയെ ആചാര്യ എന്നും കവി എന്നും പരിഗണിക്കാറുണ്ട്. രസവാദി होने के कारण उनके काव्य में श्रृंगार रस की अधिकता है. ചിന്താമണിയുടെ കവിതകളിൽ കൂടുതലും എന്താണ്, ശൃംഗാര രസത്തിനായിരുന്നു പ്രാധാന്യം ലഭിച്ചിരുന്നത്. അഗല ഭൂഷൺ ഹെ. നമ്മൾ പറഞ്ഞു ചിന്താമണിയുടെ സഹോദരൻ എന്നാണ് പറയുന്നത്. അത് എന്തോരം അതിൽ സത്യമുണ്ടെന്ന് അറിയില്ല. ഈ ഭൂഷണും ചിന്താമണിയും സഹോദരങ്ങളാണ് എന്നാണ് പറയുന്നത്. ഭൂഷൺ ഹിന്ദി കെ സർവശ്രേഷ്ഠ വീരരസ പ്രധാൻ കവിയോമേ ഏക് ഹെ. ഭൂഷണിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രീതികാലത്തില്, അതായത് രീതികാലീന സമയത്തില് ശൃംഗാരും അലങ്കാരമൊക്കെ വലിയ അളവിൽ എഴുതപ്പെടുന്ന കാലഘട്ടത്തില് എന്താണ്, വീരരസ പ്രധാൻ എഴുതിക്കൊണ്ടിരുന്നു. വീരരസപ്രധാൻ നമുക്കറിയാം, ആദ്യകാലത്തിലാണ് വീരരസപ്രധാനായിട്ടുള്ള രചനകൾ വലിയ അളവിൽ എഴുതിയിരുന്നത്. പക്ഷേ രീതികാലീന സമയത്തില് വീരരസപ്രധാനായിട്ടുള്ള രചനകൾ എഴുതിയിരുന്ന ആളാരാണ്, ഭൂഷണാണ്. കാരണം എല്ലാവരും എന്താണ്, രീതി നിരൂപണ ഗ്രന്ഥങ്ങള്, ലാക്ഷണിക ഗ്രന്ഥങ്ങള്, ശൃംഗാര അലങ്കാരമൊക്കെ എഴുതിയിരുന്ന സമയത്ത് ഭൂഷൺ എന്തിനെ കുറിച്ച് എഴുതി, ആ രാജാക്കന്മാരുടെ വീരത്വം, ശൂരത്വം അല്ലെങ്കിൽ വീരതയെ എന്ത് ചെയ്തു, വിഷയമാക്കി വീരരസ് കാവ്യത്തില് കൊണ്ടുവന്ന് ഈ കാലഘട്ടത്തില്
അതിനെ അവതരിപ്പിക്കുന്ന ആള് ഭൂഷൺ മാത്രമായിരിക്കും. മറ്റുള്ളവരുമുണ്ട്, എന്നാലും ഭൂഷണിന്റെ അധികാംശ രചനകളിലും ശൃംഗാരിനേക്കാളും കൂടുതൽ വീരരസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. भूषण की प्रमुख रचनाएं हैं शिवराज भूषण, शिवभावनी, छत्रसाल दशक आदि. ഭൂഷൺ വീരരസ് കവി ഹെ. ശൃംഗാര കവി എന്നോ രീതികാലത്തിലാണ് ജീവിച്ചിരുന്നത് എന്നത് സത്യമാണ്. പക്ഷെ കൂടുതലും വീരരസ പ്രധാനമായിട്ടുള്ള രചനകൾ എഴുതുന്ന കവിയായിരുന്നു. ആചാര്യ ശുക്ലജി ലിഖത്തെ ഹെ ഭൂഷൺ കെ വീരരസ് का उद्गार सारी जनता के हृदय की संपत्ति हुई. भूषण की कविता कवि कीर्ति से संबंधित अविचल सत्य का दृष्टांत है. अगला जो है बिहारी है. ബിഹാരി രീതി നമ്മൾ പറഞ്ഞു എന്താണ്, രീതി സിദ്ധ കവിയാണ് ബിഹാരി. രീതികാൽ के रीति सिद्ध कवि बिहारी ഹിന്ദി സാഹിത്യക്ക് അത്യന്തം ലോകപ്രിയ കവി ഹെ. ഏറ്റവും ലോകപ്രിയനായിട്ടുള്ള ഒരു കവിയാണ്. മറ്റുള്ളവരെക്കാളൊക്കെ ഏറ്റവും ലോകപ്രീതി നേടിയ ഒരു കവി ബിഹാരി. निम्बार्क संप्रदाय के स्वामी नरहरिदास से उन्होंने संस्कृत और प्राकृत का अध्ययन किया. उन्होंने 713 दोहे का एक ही ग्रंथ लिखा जो बिहारी सत्सई नाम से प्रसिद्ध है. അദ്ദേഹം 713 ദോഹകൾ വരുന്ന ഒരൊറ്റ പുസ്തകം മാത്രമേ ആര് എഴുതിയിട്ടുള്ളൂ? ബിഹാരി എഴുതിയിട്ടുള്ളൂ. ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ഹിന്ദി സാഹിത്യത്തിൽ ഫേമസ് ആയി മാറിയ കവിയാണ് ബിഹാരി. 713 ദോഹകൾ വരുന്ന ബിഹാരി സത്സൈ എന്നു പേരുള്ള ഒരു ഗ്രന്ഥം മാത്രമേ ആർക്കുള്ളൂ? ബിഹാരി എഴുതിയിട്ടുള്ളൂ. ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ഹിന്ദി സാഹിത്യത്തിൽ ഫേമസ് ആയ കവി ബിഹാരിയാണ്. അതുകൊണ്ട് ബിഹാരിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ഘാഗർ മേ സാഗർ ഭർണേവാല എന്നാണ് പറയുന്നത്. ഘാഗർ എന്ന് വെച്ചാൽ ചെറിയൊരു മൺകുടമാണ്. അതിലൊരു സാഗറിനെ നിറക്കാൻ കഴിവ് ആർക്കുണ്ട്? ബിഹാരിക്ക് ഉണ്ടെന്നാ പറയുന്നത്. ബിഹാരിയുടെ ഓരോ ദോഹകളും അങ്ങനെയാണ്. അതേപോലെ ഒരൊറ്റ ഗ്രന്ഥം, ബിഹാരി സത്സൈ എന്ന് പറഞ്ഞ ഒരൊറ്റ ഗ്രന്ഥത്തില് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? അതില് ആ ഒരൊറ്റ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവും ഒക്കെ പ്രകടമായിരുന്നു. അതുകൊണ്ട് ഗാഗർമേ സാഗർ ഭർണേവാല, ചെറിയൊരു മൺകുടത്തിലെ ഒരു സമുദ്രത്തെ നിറക്കാൻ കഴിവുള്ള ആളെന്നാണ് ആരെ അറിയപ്പെടുന്നത്? ബിഹാരി അറിയപ്പെടുന്നത്. बिहारी ने राधा कृष्ण के श्रृंगार और वासनात्मक चित्र खींचे हैं. अतः उनके संबंध में यह तर्क है कि वे भक्त कवि है या श्रृंगार कवि. അതായത് ബിഹാരി കൃഷ്ണനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? തന്റെ കവിതയിൽ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശൃംഗാരം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു സംശയമുണ്ട്, ബിഹാരി എന്ന് പറയുന്നത് ശൃംഗാര കവിയാണോ ഭക്ത കവിയാണോ എന്ന്. അതായത് ബിഹാരിയുടെ കവിതയിൽ ശ്രീകൃഷ്ണന് രാധയും തമ്മിലുള്ള ശൃംഗാരം അവതരിപ്പിക്കാറുണ്ട്. അതിലൂടെ ചിലപ്പോഴൊക്കെ അതിന്റെ ഒരു ഭക്തി ഒരു ദാസനായി നിന്നുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? തന്റെ ഭക്തി പ്രകടമാക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കാറുണ്ട്. അതായത് ബിഹാരി ഭക്ത ഹേയ വേ ഭക്ത കവി ഹേയ ശൃംഗാര കവി, ശൃംഗാര കവിയാണോ അതോ ഭക്ത കവിയാണോ എന്ന ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. बिहारी का षट्ऋतु वर्णन प्रकृति का स्वतंत्र वर्णन है. बिहारी अलंकारवादी नहीं थे, फिर भी उन्होंने स्वच्छंद रूप से कई अलंकारों का प्रयोग किया है. बिहारी की भाषा ब्रज है. ब्रज ഭാഷയിലാണ് എഴുതിയിരുന്നത്. കൂടുതലും ആരാണ്? കൃഷ്ണനായിരുന്നു അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലെ വിഷയമായിരുന്നത്. കൃഷ്ണനും രാധയും തമ്മിലുള്ള ശൃംഗാര ലീലകളൊക്കെ വ്യക്തമാക്കിയിരുന്നു. അപ്പം ഒരൊറ്റ രചന 713 ദോഹകള് ഉൾപ്പെടുന്ന ബിഹാരി സത്സൈ എന്ന് പറയുന്ന ഒരൊറ്റ രചന മാത്രമേ ബിഹാരിക്ക് ഉള്ളൂ. അഗല ഘനാനന്ദ് ഹെ. ഘനാനന്ദ് രീതികാൽ की रीतिमुक्त धारा के प्रमुख कवि है. रीतिमुक्त धाരയിൽ വരുന്ന കവിയാണ് ഘനാനന്ദ്. इनकी प्रमुख रचनाएं है सुजान सागर, विरह लीला, कोकसार, रास केली वल्ली आदि. और ഘനാനന്ദ് മുഖ്യതः ശൃംഗാര രസ के कवि है. ഘനാനന്ദ് മെയിൻ ആയിട്ട് എന്ത് മാത്രമേ എഴുതുള്ളൂ? ശൃംഗാര രസത്തിനെ മാത്രമായിരുന്നു തന്റെ കവിതയിൽ സ്ഥാനം കൊടുത്തിരുന്നത്. इसलिए हम निसंदेह कह सकते हैं कि घनानंद एक श्रृंगार कवि है.
വിയോഗ ശൃംഗാർ में उनकी रुचि अधिक गई है. അതായത് ശൃംഗാർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. വിയോഗ ശൃംഗാറുമുണ്ട്, സംയോഗ ശൃംഗാറുമുണ്ട്. അത് നായക് നായിക ചേർന്നിരിക്കുന്ന സമയത്ത് വരുന്ന ശൃംഗാറാണ് സംയോഗ ശൃംഗാർ. അവര് ദൂരെ അകന്നിരിക്കുന്ന സമയത്ത് കവികൾ ഉപയോഗിക്കുന്ന ശൃംഗാറിനെയാണ് എന്താണ് വിയോഗ ശൃംഗാർ എന്ന് പറയുന്നത്. അപ്പം കൂടുതലും ഘനാനന്ദ് വിയോഗ ശൃംഗാറിന്റെ കവിയാണ്. അതായത് നായക് നായിക ദൂരെ ആയിരിക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന വേദന അതൊക്കെയാണ് ഘനാനന്ദിന്റെ കവിതയിലെ വിഷയം. അപ്പൊ കൂടുതലും വിയോഗ ശൃംഗാറാണ് ഘനാനന്ദ് ഉപയോഗിച്ചിരുന്നത്. उनका वियोग वर्णन अत्यंत स्वाभाविक और मनोरम है और उनका प्रेम फारसी काव्य पद्धति या सूफी पद्धति से प्रभावित है. इनकी कविता में सुजान शब्द का बराबर प्रयोग मिलता है जो भक्ति में कृष्ण के लिए और श्रृंगार में नायक के लिए प्रयुक्त माना जा सकता है. അതായത് അദ്ദേഹത്തിന്റെ രചനകളിലൊക്കെ സുജാൻ എന്ന ശബ്ദം ഇടക്കിടക്ക് കാണാറുണ്ട്. സുജാൻ എന്നത് പറയുന്നത് എന്താണ്, അതിലെ കൃഷ്ണന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ശബ്ദമാണെന്ന് അഭിപ്രായപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അപ്പം ചില ആളുകൾ സുജാൻ എന്ന് പറയുന്നത് ആരാണെന്ന് പറയുന്നുണ്ട്, ഘനാനന്ദിന്റെ ആരായിരുന്നു എന്ന്, പ്രിയപ്പെട്ടവളായിരുന്നു, അല്ലെങ്കിൽ ഘനാനന്ദ് സ്നേഹിച്ചിരുന്ന സ്ത്രീയുടെ പേരായിരുന്നു എന്നും പറയുന്നു. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ സുജാൻ അങ്ങനെ പല രീതിയിലാണ് സുജാൻ എന്ന ശബ്ദത്തെ വിദ്വാൻമാര് വ്യാഖ്യാനിക്കുന്നത്. എന്ത് വന്നാലും ഘനാനന്ദിന്റെ കവിതകളിൽ പലപ്പോഴായിട്ട് നമുക്ക് സുജാൻ എന്നൊരു ശബ്ദം കാണാൻ സാധിക്കും. ഈ പേപ്പറിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുകയാണ്. അതായത് ഹിന്ദി സാഹിത്യക്ക് കാലവിഭാജൻ സംബന്ധി मतभेदों को समझाइए और रीतिकाल के नामकरण के संबंध में क्या क्या तर्क वितर्क हुए. നമ്മൾ ഓരോ വിദ്വാൻമാരും പറഞ്ഞ കാലവിഭാജനം നാമകരണം വെച്ച് ആ തർക്കത്തെ എന്ത് ചെയ്യണം, നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കണം. അങ്ങനെ ആൻസർ കൊണ്ടുവരണം. और आधिकालीन परिस्थितियों का परिचय, अगर राजनीतिक, धार्मिक, सामाजिक, सांस्कृतिक परिस्थितियों का परिचय देना है. यहाँ रासो काव्य की विशेषताएं क्या क्या है, भक्ति आंदोलन का उदय और विकास, सूरदास की साहित्य जीवन पर टिप्पणी लिखे, रामभक्ति शाखा की प्रमुख विशेषताएं, रीतिकालीन काव्यों की प्रमुख विशेषताएं, रीतिबद्ध धारा पर टिप्पणी लिखे. ये सब इम्पोर्टेंट क्वेश्चंस के अंतर्गत आते हैं.